من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين فإن قلت فما العلاج في دفع الشيطان ശൈത്വാന തടയാൻ എന്താണ് ഇനി ചികിത്സാ മാർഗം എന്നാണ് ചോദ്യം. എന്ത് മരുന്ന് കുടിക്കണം? വഹൽ യക്ഫി ഫീ ദാലിക ദിക്റുല്ലാഹി തആല, അല്ലാഹുവിന്റെ ദിക്ർ മാത്രം മതിയോ? വഖൗലുൽ ഇൻസാനി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞാൽ മതിയോ? അതിന് പറയുന്നത് ഫഅലം അന്ന ഇലാജൽ ഖൽബി ഫീ ദാലിക, ഇതിൽ കൽബിനെ ചികിത്സിക്കൽ എന്നുള്ളത് സദ്ദു ഹാദിഹിൽ മദാഖിൽ, ഇപ്പോൾ 12 ഈ മദാഹിലെല്ലാം അടക്കണം. ഞാൻ വെറും ചെല്ലിയത് കൊണ്ട് കാര്യമില്ല. അതെങ്ങനെ അടക്കലെങ്ങനെ? ബി തത്ഹീരൽ ഖൽബി മിൻ ഹാദിഹി സിഫാത്തിൽ മദ്മൂമ, മേൽ പറയപ്പെട്ട മദ്മൂമത്തായ സിഫാത്തിനെ തൊട്ട് കൽബിനെ ശുദ്ധിയാക്കൽ കൊണ്ടാണ് അടക്കൽ. അതെങ്ങനെ? വദാലിക മിമ്മാ യതൂലു ദിക്റുഹു, അത് നീട്ടി പറയേണ്ട വിഷയമാണ്. ഓരോ സ്വഭാവങ്ങൾ എടുത്തിട്ട് ഇതെങ്ങനെ ഫീ ഹാദർ റുബഇ മിനൽ കിതാബ്, ഇഹ്യ എന്ന കിതാബിൽ നിന്നുള്ള ഈ റുബഇൽ ഇപ്പോഴത് അതിൻ്റെ ഖറദ് എന്താ? ബയാനു ഇലാജി സിഫാത്തിൽ മുഹലിക്കാത്തായ സിഫാത്തുകളെ ചികിത്സ വ്യാഖ്യാനിക്കലാണ്. വതഹ്താജു കുല്ലു സിഫത്തിൻ ഇലാ കിതാബിൻ മുഫ്രദിൻ, അതുകൊണ്ട് ഓരോ സിഫാത്തുകൾക്കും ഓരോ കിതാബ് വേണ്ടി വരും. തത്ഹീർ കൊണ്ട് പിന്നെ ശൈത്താൻ വരും, വന്നാൽ ഇങ്ങനെ കയറാൻ കഴിയാണ്ട് മടങ്ങിപ്പോവും, എന്നാലും വിടൂല. ഓരോ കിതാബ് വേണം. അലാമാ സയത്തി ഷറഹുഹു, അത് കുറേ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഉജുബ് എങ്ങനെ കളയാം, കിബ്ർ എങ്ങനെ കളയാം, ഹസദ് എങ്ങനെ കളയാം എന്നുള്ളത്. നഅം ഇദാ ഖുതിഅത് മിനൽ ഖൽബി, കൽബിൽ നിന്ന് മുറിച്ചു കളഞ്ഞ് ഇതിനെ ഉസൂലു ഹാദിഹിൽ സിഫാത്ത്, ഈ സിഫാത്തിൻ്റെ മേൽ അടക്കം മുറിച്ചാൽ കാനലി ശൈത്വാനി ബിൽ കൽബി ഇജ്തിയാസാത്തുൻ വഖത്റാത്ത്, ഒരു ചുറ്റി നടക്കൽ, ഒരു കയറി കീയൽ, എന്നല്ലാണ്ട് പിടിച്ചടക്കാൻ കഴിയൂല, പറ്റൊഴിഞ്ഞ് പോക്കുണ്ടാവില്ല. വലം ജക്കുലു ഇസ്തിഖ്റാർ ഉണ്ടാവില്ല. വയംനഉഹു മിനൽ ഇജ്തിയാസി ദിക്റുല്ലാഹി തആല, ഇനി ഇജ്തിയാസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിനെ തൊട്ട് തടയിൽ ദിക്റാണ്. പറ്റ മുറിയാൻ ദിക്ർ മതിയാവില്ല, അത് മുജാഹദ. ഇതുകൊണ്ട് ലിഅന്ന ഹഖീഖത ദിക്ർ ലാ തതമക്കനു മിനൽ ഖൽബി ഇല്ലാ ബഅദ ഇമാറത്തുൽ ഖൽബി ബിത്തഖ്വ, ദിക്റിന്റെ ഹഖീഖത്ത് കൽബിൽ സ്ഥാനം പിടിക്കൂല അപ്പോൾ തഖ്വ കൊണ്ട് ഇമാറത്താക്കിയതിന് ശേഷം അല്ലാതെ. വതത്ഹീരിഹി മിന സിഫാത്തിൽ മദ്മൂമത്തിനെ തൊട്ട് ശുദ്ധിയാക്കിയാലും അല്ലാതെ. വ ഇല്ല, അങ്ങനെ ശുദ്ധിയാക്കാണ്ടിരുന്നാൽ ഫയകൂന ദിക്റു ഹദീസ നഫ്സിൻ, ദിക്ർ ഒരു ഹദീസ് നഫ്സ് മാത്രമായിട്ട് പോകും, കൽബി തട്ടൂല എന്നാണ് പറഞ്ഞത്. പാത്രം എന്താണ്? കുടം കമഴ്ത്തിട്ട് വെള്ളം വീത്തിലെന്ന് വയകാലത്ത് പറയുന്നുണ്ട്. പാത്രം കമഴ്ത്തി വെച്ചാൽ വെള്ളം വീത്തി ഉള്ളത് തന്നെയില്ലല്ല. ലാ സുൽത്താൻ ലഹു അലൽ കൽബി, കൽബിൻ്റെ മേൽ ആ ദിക്റിന് ആധിപത്യം ഉണ്ടാവില്ല. അപ്പം ഇത്ര ചെല്ലിയാലും ചെല്ലാങ്ങ് നടക്കുന്നുണ്ടാവും. ഫലാ യദ്ഫഉ സുൽത്താൻ ശൈത്താൻ, ശൈത്താൻ്റെ സുൽത്താനെ തടുക്കൂലത്. ولذلك قال الله تعالى إن الذين اتقوا إذا مسهم طائف من الشيطان تذكروا فإذا هم مبصرون, ശൈത്താന്റെ മക്കൾ നിന്നുള്ള ദുർബോധനങ്ങൾ മുത്തഖീങ്ങളായ ആളുകൾ തട്ടിയാൽ അപ്പം തദക്കുർ വരും. അത് ശൈത്താനാണല്ലോ, ഇത് വേണ്ടാത്തതാണല്ലോ. അപ്പം ഇന്നല്ലദീന തഖൗ എന്നാണ് അല്ലാഹു തആല പറഞ്ഞു വെച്ചത്. അപ്പോൾ ഈ തദക്കുറും ഈ മുബസ്സിരീങ്ങളാവലെ ഇപ്പം ഖസ്സസ ബിദാലിക്കൽ മുത്തഖിയ, മുത്തഖിക്ക് മാത്രമുള്ള പ്രത്യേകതയാണ്. ഫമസലു ശൈത്വാനി കമസലി കൽബിൻ ജായിഇൻ യഖ്റുബു മിൻക, ശൈത്താൻ്റെ ഉദാഹരണം പറഞ്ഞാൽ വിശക്കുന്ന ഒരു നായ നിൻ്റെ അടുക്കിലേക്ക് വരുന്നു. ഫഇല്ലം യകും ബൈന യദൈക ലഹമുൻ ഔ ഖുബുസുൻ, നിൻ്റെ കയ്യിൽ ഇറച്ചിയോ റൊട്ടിയോ ഇല്ലെങ്കിൽ എന്താക്കും? പോടാന്നിട്ട് ആട്ട് കൊടുത്താൽ അങ്ങോട്ട് പോകും. ശബ്ദം കേൾക്കേണ്ട താമസവനോടും അല്ലേ. ഫൈൻകാന ബൈന യദൈക ലഹമുൻ, നിന്റെ കയ്യിൽ ലഹമും ഉണ്ട്, വഹുവ ജായി, അതിന് വിശപ്പുണ്ടെങ്കിൽ അത് കിട്ടിയേ പോകുന്ന.
ചാടി പിടിച്ചിട്ട് കുപ്പാലം കീറി പൊയ്ക്കൂറും. ഫഇന്നഹു യഹ്ജമു അലൽ ലഹമി, ആ ലഹമിന്റെ മേൽ എന്താക്കും, ചാടി വീഴും. വലാ യന്തഫി ബിമുജറദ് കലാം, പോന്ന് പറഞ്ഞുകൊണ്ടൊന്നും പോകില്ല. അങ്ങനെ ഒരു ഉദാഹരണം പറയുന്നത്. അപ്പോൾ ഫൽ ഖൽബുൽ ഖാലിയൻ ഖൂത്തി ശൈത്വാനി, ശൈത്വാന്റെ കൂത്തിനെ തൊട്ട് ഒഴിഞ്ഞ കൽബാണെങ്കിൽ യൻസജിറു അൻഹു ബിമുജറദ് ദിക്ർ, വെറും ദിക്ർ മാത്രം മതി. ഫഅമ്മ ശഹവത്തു ഇദാ ഗലബത് അലൽ ഖൽബി, ഷഹവാത്ത് കൽബിൻ്റെ മേൽ ഗാലിബായ ദഫഅത്ത് ഹഖീഖത്ത ദിക്രി ഇലാ ഹവാഷിൽ ഖൽബ്, ഹഖീഖത്ത് ദിക്റിനെ എന്താക്കും, ഈ ഷഹവാത്ത് തള്ളി മാറ്റിക്കളയും, ദിക്റിനെ കയറാൻ വിടില്ല. വലം യതമക്കൻ മിൻ സുബൈദാഇ, അതിൻ്റെ കേന്ദ്രത്തിലേക്ക് കയറാൻ വിടില്ല. അപ്പോൾ വയസ്തക്കറു ശൈത്താൻ ഫി സുബൈദാഇൽ ഖൽബ്, കൽബിൻ്റെ കേന്ദ്രത്തിൽ ആരൊക്കെ ശൈത്താൻ കയറിക്കുള്ളൂ. പൂരി കിട്ടൽ വേറെ, നമ്മ ഈ കാര്യം നേടൽ വേറെ അല്ലേ. ഇപ്പോൾ പൂരി കിട്ടാൻ ഞാൻ ചോദിക്കട്ട്, ഒരു പിക്കാസ് എടുത്തിട്ട് പറമ്പ് നിറച്ച് നിങ്ങളെ പറമ്പിലേക്ക് ഓരോ ദിവസം കിടക്കുന്നു അല്ലേ, എന്നാൽ കിണറാവുക. കൊത്തിക്കിളക്കലും പിക്കാസ് വെക്കലും കൊത്തലും വെക്കലും എല്ലാം പറമ്പ് നിറച്ച് നടക്കുന്നുണ്ട്. ബീച്ചേരി വരെ കളിച്ചോ. പക്ഷേ കിണറാകണമെങ്കിൽ ഒരു സ്ഥലത്ത് തന്നെ കളിച്ച് അവിടെ തന്നെ കൊണ്ടിരുന്നാലേ കിണറായിട്ട് വെള്ളം കിട്ടുള്ളൂ. അപ്പം മറ്റേ പണിക്ക് പണിയുണ്ട്, കിണറാവില്ല. ഇതേമാതിരി ദിക്റിന്റെ കൂലികെട്ടിൽ മാത്രം ഉദ്ദേശിക്കും, അത് സുബ്ഹാനല്ലാഹിലേക്കോ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കോ, പക്ഷെ ജയിക്കാൻ പോകില്ല. എന്ത് വിചാരിക്കാം. ഇനി വഅമ്മാ ഖുലൂബുൽ മുത്തഖീന, മുത്തഖീങ്ങളെ കൽബാവട്ടെ അൽ ഖാലിയത്ത്, എങ്ങനത്തെ കൽബാണ് അത്, ഖാലിയാണ് മിനൽ ഹവാ വസിഫാത്തിൽ മദ്മൂമത്തിനെ തൊട്ട്. ഫഇന്നഹു യത്റുഖുഹ ശൈത്വാനു, ശൈത്താൻ എന്താക്കും, അവിടെ കയറി വരും. പക്ഷെ ലാലി ഷഹവാത്ത്, ഷഹവാത്ത് ഉണ്ടായ വകയിലല്ല, അവൻ്റെ ഒരു പണിയാണത്. ബല്ലി ഖുലുബിഹ, അത് ഖാലിയായിട്ടുണ്ട്. ബിൽ ഖഫലത്ത് അനിൽ ദിക്രി, ദിക്റിനെ തൊട്ട് എന്താണ് ഖഫലത്ത് വരുമ്പോൾ അവിടെ ഖാലിസ്ഥലം കാണും, അവിടെ കയറും. എന്നാണ് ഷഹവാത്ത് ഉണ്ടായ വകയിലല്ല. ഫൈദാ ആദ ഇല ദിക്രി, ദിക്റിലേക്ക് മടങ്ങിയാലോ ഖനസ ശൈത്താൻ പിന്തിരിഞ്ഞു പോകും. വദലീലു ദാലിക, അതിനെന്താ ദലീല്, ഖൗലുഹു തആല ഫസ്തഈദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞു. ശൈത്താനുർ റജീമിനെ തൊട്ട് കാവലിനെ തേടിക്കോ. അപ്പോൾ കാവലിനെ തേടിയെ പോയി. വസായിറുൽ അഖ്ബാരി വൽ ആയാത്തിൽ വാരിദത്തു ഫി ദിക്ർ, ദിക്റിൽ വാരിദായ ഒരുപാട് ആയാത്തും ഹദീസും പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു ആയത്തല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഖാല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇൽതഖാ ശൈത്താനുൽ മുഅ്മിനി വ ശൈത്താനുൽ കാഫിരി, രണ്ട് തരം ശൈത്താൻ ഒരുമിച്ച് കൂടി. ഫൈദ നോക്കുമ്പോൾ ശൈത്താനുൽ കാഫിർ എങ്ങനെ ഉണ്ടെന്നറിയോ, ഷമീർ നിലത്ത് അടിച്ചിട്ടുണ്ട്, ദഹീർ നല്ല എണ്ണ പൂശിയ മാതിരിണ്ട്, കാസിന് വേണ്ടപ്പെട്ട വസ്ത്രങ്ങളൊക്കെ ഉണ്ട്, ഇസ്ബത്ത്. ഓ ശൈത്താനുൽ മുഅ്മിനോ നേരെ വിരുദ്ധം, മഹ്സൂലി മെരിഞ്ഞിട്ടുണ്ട്, അഷ്അദു ആകെ ചുക്കിച്ചുളിഞ്ഞിട്ടുണ്ട്, അഖബറു പൊടി പിടിച്ചിട്ടുണ്ട്, ആര്യൻ ഇതിനകത്ത് ഖാസിൻ്റെ. ഫഖാല ശൈത്താനുൽ കാഫിർ ചോദിക്കുന്നത് ശൈത്താൻ മുഅ്മിനോട്, മാലക മഹ്സൂ, നീ എന്താടാ ഇങ്ങനെ മെലിഞ്ഞു പോയത് എന്ന്. ഖാല അനമാ റജുലിൻ, ഞാൻ ഒരാളെ കൂടെ ഉണ്ട് ചങ്ങായി, ഇദാ അക്കല, അവൻ തിന്നുമ്പോഴൊക്കെ സമ്മല്ലാ ബിസ്മില്ലാഹി എന്ന് പറഞ്ഞ് തിന്നും. അല്ലേ ഫഅലല്ലു ജായി, ഞാൻ പട്ടിയാണ്, ഒന്നും കിട്ടൂല. അപ്പം ചോറ്റിൽ കൂടി തന്നെ ഇപ്പം എല്ലാവർക്കും കയറി. പിന്നെ കൊണ്ടേക്കേണ്ട താമസമല്ല, വേറെ ഇല്ലേ, ആരെങ്കിലും ബിസ്മില്ലുണ്ടാ. ഇവരെന്താണ് തബലിയായി വയ്ക്കുന്നത്, പിന്നെ ബിസ്മില്ലേ എന്താ ഇപ്പം ചെയ്യാ. വൈദാ ശരിബ, കുടിച്ചാലോ, സമ്മല്ലാഹ, വീണ്ടും അവിടെയും ബിസ്മിയെല്ലും, ഫഅലല്ലു അതിശാനൻ, ഞാൻ ദാഹിക്കും. വൈദാ ലബിസ, വസ്ത്രം ധരിച്ചാലോ, സമ്മല്ലാഹ തആല, അവിടെയും ബിസ്മിയെല്ലും, ഫഅലല്ലു ഉരിയാന, ഞാൻ എന്താകും, നഗ്നനാകും. വൈദദ്ദഹന, എണ്ണ തേക്കുമ്പോൾ സമ്മല്ലാഹ് എന്ന് പറയും, ഫഅലല്ലു ശാസന, അപ്പം ഞാൻ ചുക്കിച്ചുളിഞ്ഞിട്ട് എണ്ണപ്രസാദമൊന്നുമില്ല. അപ്പോൾ ഫഖാല ശൈത്താനുൽ കാഫിർ പറഞ്ഞു, ലാക്കിന്നി, എന്ന ഞാനോ, മാ റജുലൈൻ, ഒരാളെ കൂടെ ഉണ്ട്, ലാ യഫ്അൽ ശൈഅൻ മിൻ ദാലിക, നീ പറഞ്ഞ ബിസ്മി ഒന്നും ഉണ്ടാവില്ല. ഫാന ഉശാരിക്കുഹു, ഞാൻ അവൻ്റെ കൂറുകാരനാണ്, ഇതിൽ ഹി തആമിഹി വ ശറാബിഹി വ ലിബാസി, അതുകൊണ്ട് എനിക്ക് എല്ലാം കിട്ടിക്കഴിഞ്ഞു. റബ്ബ് അബ്ദുർ റസാഖ്. ഇനി
വക്കാന മുഹമ്മദ് ബിൻ വാസിഅൻ റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. റിസാലത്തുൽ ഖുശൈരിയിലോറെ വലിയ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. ഓരോ മജ്‌ലിസ് അല്പസമയം പോയിരുന്ന ഒരാഴ്ചക്കകത്തെ ഊർജം കിട്ടുമെന്നാണ് പറയുന്നത്. തഖ്വാക്കും ഇബാദത്തിനെല്ലാം ഒന്നും ചെയ്യുന്നു പോണ്ട, അവിടെ പോയി ഇരുന്നാൽ മതി. ഭക്ഷണത്തിലും വെള്ളത്തിലൊക്കെ അതും ഇല്ല. അത് ഉള്ളിൽ പോകണമെന്നില്ല, ശരീരം എവിടെയെങ്കിലും ബന്ധിച്ചപ്പോലെ. വസ്ത്രം ഉള്ളിൽ പോകുന്നില്ലെങ്കിൽ ബന്ധിക്കുന്നുണ്ടല്ല, ഇവനോട് താലൂക്കാത്ത എവിടെയെങ്കിലും ഉണ്ടായാൽ മതി. അതാ യഖൂലു കുല്ല യൗമിൻ, എല്ലാ ദിവസവും പറയും ബാദ സ്വലാത്തി സുബ്ഹിന് ശേഷം, അല്ലാഹുമ്മ ഇന്നക സല്ലത്ത അലൈനാ അദുവൻ ബസീറൻ ബിഉയൂബിനാ യറാനാഹു വഖബീലുഹു മിൻ ഹൈസു ലാ നറാഹും. ഒരു അദുവൻ നമ്മളെ മേൽ ഏൽപ്പിച്ചിട്ടുണ്ട്, അവൻ നമ്മളെ അയബുകളെല്ലാം കണ്ടെത്തും, അവൻ നമ്മളെ കാണും, നമ്മൾ അങ്ങോട്ട് കാണൂല. അങ്ങനെ ഖുർആൻ പറഞ്ഞേ, അല്ലാഹു ഫൈസുഹു മിന്നാ കമാ യസ്തഹു മിർ റഹ്മതിക്, നിന്റെ റഹ്മത്തിനെ തൊട്ട് നീ അവനെ നിരാശപ്പെടുത്തിയതുപോലെ നമ്മളെ തൊട്ടും നിരാശപ്പെടുത്തണമേ. വഖന്നിതുഹു മിന്നാ കമാ ഖന്നതഹു മിൻ അഫ്വിക, നിന്റെ അഫ്വ് കൊടുക്കൂല എന്നോട്ട് അവൻ ആശമുറിച്ചില്ലേ, അതുപോലെ നമ്മളെ തൊട്ടും ആക്കണം. വബാഇദ് ബൈനനാ വബൈനഹു കമാ ബഅഅത ബൈനഹു വബൈന ജന്നതിക ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. മുഫറഖുൻ ദർകു ഖാല ഫതമസ്സല ലഹു ഇബ്ലീസ് യൗമൻ ഫീ തരീഖിൽ മസ്ജിദി. മൂപ്പർ പള്ളിയിലേക്ക് പോകുമ്പോൾ ദിവസം ഇബ്ലീസ് എന്താക്കി എന്നിട്ട് വന്നു. ഫഖാല ലഹു യബ്ന വാസിഅ, വിളിച്ച്, ഹൽ താരിഫിനെ, എന്നെ പരിചയമുണ്ടോ? ഖാല വമൻ, അന്ത, ആരടാ നീ? ഖാല അന ഇബ്ലീസാന്ന് പറഞ്ഞു. ഫഖാല വമാതു, എനിക്കെന്താ വേണ്ട? ഖാല ഉരീദു അല്ലാ തുഅല്ലിമ അഹദൻ ഹാദിഹിൽ ഇസ്തിആദത, ഈ ഇസ്തിആദ ആയിരിക്കും പഠിപ്പിച്ചു കൊടുത്തക്കല്ലേ എന്ന്. ഓനിക്ക് അടിയല്ലിത്. വലാ തറഅന്നുലക, നിങ്ങളുടെ ഞാൻ വരുന്നില്ല. ഖാല, മൂപ്പർ വല്ലാഹി ലാ മനഅതുഹാ മിമ്മൻ അറാദഹ, ആ ഇസ്തിആദത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നത് ഞാൻ ആർക്കും തടയൂല. ഫസന മാസത്തെ നീ ഇഷ്ടം പോലെ ചെയ്തൊന്ന്. അതെ, രണ്ടും മായന തന്നെ എടുക്കണത് ലാ മനഅതുഹ. وعن عبد الله عبد الرحمن أبيضا نلد وعيناي. وعن عبد الرحمن بن أبي ليلى قال كان شيطان يأتي النبي صلى الله عليه وسلم അടുക്കലേക്ക് വന്ന് بيده شعلة من نار, തീൻ്റെ ഒരു തീക്കൊള്ളി അവൻ്റെ കയ്യിലുണ്ട്. ഇതെല്ലാ കിതാബിലുണ്ട്. ബലാനുഭവത്തിൽ ഫയഖൂമ ബൈന യദൈഹി, തങ്ങളുടെ മുമ്പിലാണ് നിൽക്കുന്നത്. വഹുവ യുസല്ലി, തങ്ങൾ നിസ്കരിക്കുന്നുണ്ട്. നിസ്കാരത്തിനേക്കാനാ. ഫയഖറഉ വയതഅവ്വദു, തങ്ങൾ ഓതുകയും അഊദു ചൊല്ലുകയും ചെയ്തപ്പോൾ ഫലാ യദ്ഹബു, പോകുന്നില്ല. ഫഅതാഹു ജിബ്രീലു അലൈഹിസ്സലാം വന്ന് ഫഖാല ലഹു, തങ്ങളോട് പറഞ്ഞു, ഖുൽ അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തില്ലതി ലാ യുജാവിസുഹുന്ന ബർറുൻ വലാ ഫാജിർ മിൻ ശർരി മാ യലിജു ഫിൽ അർളി വമാ യഖ്റുജു മിൻഹാ വമാ യൻസിലു മിനസ് സമാഇ വമാ യഅറുജു ഫീഹാ ومن فتن الليل والنهار ومن طوارق الليل والنهار إلا طارقا يطرق بخير يا رحمن എന്ന് ചൊല്ലിക്കോന്ന് പറഞ്ഞു. നല്ലൊരു ഇസ്തിആദത്താണ്. فقال ذلك, തങ്ങളത് ഏറ്റു പറഞ്ഞു. فطفئت شعلته, അവൻ്റെ തീക്കൊള്ളി കെട്ടുപോയി. وخر على وجهه, മുഖം കൊത്തി അവൻ നിലത്ത് വീണു. അവനെ ചികിത്സ രണ്ടായി. وقال الحسن, ഇത് അതെ പുറമേ നിന്നിട്ട് ഛർദിക്കലെ പിടിക്കാൻ. പക്ഷെ തങ്ങളിൽ അവനക്ക് ആധിപത്യം കിട്ടൂലല്ലോ. പക്ഷെ നമ്മളെ ഒന്നാമത് കൈ പിടിച്ചിട്ട് എന്നോട് പോകല്ല. കലിമാത്തില്ലാഹിക്ക് പല അർത്ഥമില്ല. കലിമാത്തില്ലാഹി താമ്മാത്തിക്ക് റാസിയിൽ എന്തെല്ലാം അർത്ഥം കൊടുത്തിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ കലാമാണ്, ഖുർആനാണെന്നും പറഞ്ഞിട്ടുണ്ട്. കലിമത്തു അൽഖാഹ ഇലാ മറിയമാനയുടെ കലിമത്തിൻ്റെ മാന പറഞ്ഞിട്ടുണ്ട്. അല്ല, അതെ. ഇനി നുബ്ബിയതു അന്ന ജിബ്രീല അലൈഹിസ്സലാം അതൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾക്കിലേക്ക് വന്ന് ഹദീസ് റവാഹു ഇബ്നു അബി ദുനിയ ഫി മഖാദി ശൈത്താൻ, തബറയ ഔസത്തിൽ. എന്താ പറഞ്ഞത്? ഹസൻ അയ്മോച്ചി ഫഖാല, ജിബ്രീൽ പറഞ്ഞു, ഇന്ന ഇഫരീതൻ മിനൽ ജിന്നി യകീദുക, ജിന്നുകളിൽപ്പെട്ട ഒരു ഇഫരീത്ത് തങ്ങളെ വല്ലാണ്ട് ശല്യപ്പെടുത്തുന്നുണ്ടെന്ന്. അതുകൊണ്ട് ഫൈദ അബൈത ഇലാ ഫിറാശിക, തങ്ങൾ ഉറങ്ങാൻ പോകുന്ന അവസരത്തിൽ ഫഖർ ആയത്തുൽ കുർസി ഓതണം എന്ന് ജിബ്രീൽ വസിയത്ത് ചെയ്തു.
ഹത്തർസുക്ക് വലിയ പദവിയാണ്. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ ഇടക്കിടക്ക് ഓരോ ചികിത്സ പറയും. ലഖദാത്താനി ശൈത്താനുൻ, ഒരു ശൈത്താൻ വന്ന് ഫനാസഅനി, എന്നോട് തർക്കിച്ച് പിടിവലിയായി. സുമ്മനാസഅനി, പിന്നീടും എന്നെന്താക്കി കടന്നു പിടിച്ചു. ഫഅഖദു ബൽക്ക്, ഞാനവനെ തൊണ്ട കയറി പിടിച്ചു, വാള പിടിച്ചിട്ട് ഫല്ലദീ ബഅസനി ബിൽ ഹഖി, എൻ്റെ അള്ളാഹുവിനെ തന്നെ സത്യം, മാ അർസൽതു, ഞാനോട് വിട്ടുകൊടുത്തില്ല. ഹത്താ വജത്തു ബർദ ലിസാനിഹി അലാ യദീൻ, പിടിച്ചിട്ട് നാവ് പുറത്തേക്ക് വന്നിട്ട് നാവിൻ്റെ ആ തണുപ്പ് എൻ്റെ കൈക്ക് തട്ടുന്നു. വലൗല ദഅവത്തു അഖീ സുലൈമാൻ അലൈഹി സ്വലാം ദ്വാരന്നിട്ടുണ്ടെന്ന്, ലോകത്താർക്കും കൊടുക്കാത്തൊരു അധികാരം എനിക്ക് തരണേന്നല്ലേ, റബ്ബി ഹബ്ലി മുൽക്കൻ, അത് ഞാൻ ഓർത്തിട്ട് എന്താക്കിയെന്നറിയോ, അവനെ വിട്ടയച്ച്. അതുകൊണ്ട് ഈനെ പിടിച്ചിട്ട് പള്ളി കെട്ടിയാൽ ഈ സുലൈമാൻ നബിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല നോക്കുന്നില്ല, ബറാക്ക് കൊടുത്തില്ലേ. അപ്പോൾ തങ്ങൾക്ക് മനവിയായിട്ട് കൊടുത്തിട്ടുണ്ട്, എല്ലാത്തിനും കഴിയും, പക്ഷെ അത് പ്രകടിപ്പിക്കൂല. സുലൈമാൻ നബിനെ എന്താക്കും, മറ്റൊരാൾ തെറ്റിദ്ധരിക്കും. ഓറ് ചോദിച്ചെന്താന്ന്, ബറാക്ക് കൊടുക്കാത്ത അധികാരം തരണമെന്നല്ലേ, അത് അള്ളാഹ് കൊടുത്തിട്ടില്ല എന്ന് തോന്നിയേക്കുമല്ല. അപ്പോൾ സുലൈമാൻ നബിനോട് തങ്ങൾക്കുള്ള അതവായി കാണിച്ചത് എന്താ പറയുന്ന, വലൗല ദഅവത്തു അഖീ സുലൈമാൻ, അതാ ദുആ. ലാ അസ്ബഹ തരീഹ ഫിൽ മസ്ജിദ്, അങ്ങനെ പള്ളിയിലോടാണ് വീട് കിടക്കുന്നുണ്ടാകും. ഹത്താ യൻദുറന്നാസു ഇലൈഹി, ജനങ്ങളൊക്കെ കാണാൻ മാത്രം. അവിടെ പള്ളി ഹദീസിലിടുന്ന പള്ളിയെ തൂണ്ടി പിടിച്ചാൽ കിട്ടുന്നു. അപ്പം മദീനത്ത് കാണുന്ന കുട്ടികളെല്ലാം ഇവനെ കാണും. അപ്പം ശൈത്താനെ പിടിച്ചിട്ട് കിട്ടുന്ന ഈ അധികാരം സുലൈമാൻ നബിക്ക് മാത്രമല്ല തങ്ങൾക്കുണ്ട് എന്ന് കഴിയുമ്പോൾ സുലൈമാൻ നബിക്ക് സ്വന്തമായി ഇത്രയും കിട്ടില്ല എന്ന് തോന്നിക്കുമല്ലോ. അത് വേണ്ട. ചൈത്തന്മാരോലും പറഞ്ഞിട്ടില്ല ഖുർആൻ തന്നെ ഇല്ലേ, ചൈത്തന്മാർ അറസ്റ്റിലാക്കപ്പെട്ടവരുണ്ട്, പിടിച്ച് കിട്ടിയാറുണ്ട്. മറ്റേ മുഖദ്ദരീന ഫിൽ അസ്ഫാദ്, അല്ല സുലൈമാൻ നബി അല്ല അതിൻ്റെ അധികാരി. ഇപ്പൊ സബ് ഇൻസ്പെക്ടർ വന്നിട്ട് കള്ളൻ അറസ്റ്റുണ്ട്, അപ്പൊ പോലീസുകാരോടല്ലേ ഇപ്പൊ. അത് ശൈത്താന് പല അൻപുണ്ടല്ലോ, പറയുന്നുണ്ടല്ലോ, ഒറ്റത്തരം ലക്ഷക്കണക്കിനുണ്ടെന്ന് പറയും. ഓരോ ലലാലത്തിനും ഒരാളെ നോക്കിയിട്ട് അതിനൊക്കെ വർദ്ധിക്കുന്നു പറഞ്ഞിട്ട് അത് പറയുന്നുണ്ട്. ഒറ്റ ശൈത്താനാണോ ഇവയ്ക്കെന്താ ഇത്ര വലിയ കഴിവെന്നൊക്കെ ചോദ്യത്തിന് മറുപടി പറയും. നോക്കാം. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം സലക ഉമറു ഫജ്ജൻ, ഉമർ റളിയല്ലാഹു അൻഹു ഒരു വഴിയിൽ ഇറങ്ങിയാൽ ഇല്ലാ സലക ശൈത്താന് ഫജ്ജൻ, ശൈത്താൻ എന്താക്കും, വഴിമാറിപ്പോകും. ഖൈറല്ലദീ സലക്കഹു ഉമർ, ഉമർ റളിയല്ലാഹു അൻഹു കടന്ന വഴിക്കേക്ക് വരില്ല, അത്ര പേടിയാണ്. റവാഹുൽ ബുഖാരി. ഇതെന്താ ഇങ്ങനെ? വഹാദാ, ഇതെന്താ ലിഅന്നൽ ഖുലൂബ കാനത മുതഹറതൻ, കൽബുകൾ മുതഹറത്തായിരുന്നു. അൻമർ അശൈത്വാൻ, ശൈത്താൻ്റെ മേച്ചിൽ സ്ഥലമുണ്ടല്ലോ അതിനെ തൊട്ടുമ്പോൾ കൂത്തിഹി, ശൈത്താൻ്റെ ഭക്ഷണം ഇവിടെ കിട്ടാനില്ല. എന്താ കൂത്ത്? മൊഹി ഷഹവാത്ത്, അത് കഴിഞ്ഞത് കൊണ്ടാണ് ഇവിടെ വന്നിട്ട് കാര്യമായിട്ട് പോകുന്നത്. ഫമഹ്മാ തമഅത്ത് ഫി അൻ യന്തഫിഅ അശ്ശൈത്വാനു തമഅത ഫി അൻ യന്തഫിഅ അശ്ശൈത്വാനു അൻക ബിമുജറദി ദിക്രി. കേട്ടോ, നമുക്ക് ശരിക്കും ബാബ ഉണ്ടാവില്ലെന്ന് പറഞ്ഞൂടെ? ഈ ശൈത്താന്റെ കൂത്തും ഇല്ലാന്ന് പറഞ്ഞാൽ അത് വരുമല്ലോ, എന്നും പറയുന്നുണ്ടോ. നിന്നെ തൊട്ട് ശൈത്താൻ പോകണമെന്ന് നീ പൂതി വെച്ച്. എന്തുകൊണ്ട്? മുജറദ് ദിക്രി, വെറും ദിക്രേ ഉള്ളൂ. ആരെപ്പോലെ പോകണം? കമന്ത ഫഅൻ ഉമർ, ഉമർ തങ്ങളെ തൊട്ട് പോയ പോലെ എന്നെ തൊട്ട് പോണത് നീ ആദ്യം ഇറങ്ങുന്ന മതി. എന്നാ പോ. അതാ കാന മുഹാലൻ, അത് മുഹാലാന്ന് എങ്ങായി. വക്കുന്ത കമൻ യത്മഉ അൻ യശ്റബ ദവാഅൻ, ഒരു മരുന്ന് കുടിക്കാൻ ആഗ്രഹിച്ച ഒരാൾ കമലെത്തിയുമായി പഥ്യം പാലിക്കാൻ കഴിയൂല എന്നാണ് പറയുന്നത്. ഇപ്പം പഥ്യം വേണ്ട പോലെ ഒന്നൊരു മരുന്നിനും. തെരീക്കത്തിനും പഥ്യമില്ല. പണ്ട് തെരീക്കത്തിന് ഭയങ്കര പഥ്യാണ്. എന്തല്ലോ അനാമ് മനാമ് തഹാമ് കലാമെല്ലാം വലിയ പഥ്യാണ്. ഇപ്പം ഒന്നും വേണ്ട, എന്നാ ചൗത്ത ഇനി തർബിയത്ത്, ഉറക്കത്തിലാണ് വരുമെന്ന് പറയുന്നു. പിന്നെ വേറെ ആടെയും പോലും പാടില്ല, സിയാറത്തിനും പോകാൻ പാടില്ല, മൗലൂദും കഴിച്ചുകൂടാ, ഞാൻ നബി സലാം അലൈക്കും ചൊല്ലിക്കൂടാ, നെക്കിരിക്കുക, ഉറങ്ങുക. തങ്ങളെ ഒരു പഥ്യമില്ല. ഒരു പണ്ട് ശക്തമായ പഥ്യാണ് ഹോമിയോപ്പതിക്കാർക്ക്.
കൂട്ടാൻ ചേർക്കുന്ന ജീരകം മുതൽ കുരുമുളക് മുതൽ കൊത്തമ്പാരി വരെ വെച്ചൂല. ഇപ്പം പറയുന്നത് ഒരു പഥ്യം വേണ്ട, പഥ്യമില്ലാന്ന് വലിയ മത്തിന് എഴുതി കൊടുത്ത് നോട്ടീസ് കൊടുക്കും. ആൾ കിട്ടൂല. അപ്പോൾ ഹാനിമാൻ വന്നിട്ടുണ്ടെങ്കിൽ പറയും അടുക്കട നിന്റെ മരുന്നും കുപ്പിയും തോട്ടിലെറിയെന്ന് പറയും. എൻ്റെ തരീക്കത്തിലല്ല നീ ഇപ്പം ഉള്ളത്. ഇപ്പം നടക്കുന്നത് ഹാനിമാന്റെ തരീക്കത്തല്ല. മിക്സഡ് മരുന്നുണ്ടോ ഹാനിമാന്? സിംഗിൾ ഡോസ്. മിറാക്കിൾ സ്വാം മിനിമം ഡോസ് എന്ന് പറഞ്ഞിട്ട് പുസ്തകം തന്നെ ഉണ്ട്. ഒറ്റ ഡോസ് മരുന്ന് കൊടുത്തിട്ട് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത്. ഇപ്പം പോകുമ്പോൾ വണ്ടി പോകുമ്പോൾ ഒരു വണ്ടി കൂട്ടണം മരുന്നും കെട്ടെടുക്കാൻ. ഹോമിയോ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഒരു വണ്ടി കൂട്ടണം, പെട്ടിയെടുത്ത് നോക്കണ്ടേ. ഇത് തുന്നലായിരുന്നു അവല് വെച്ചത്. അപ്പം ഹോമനെ പതിയല്ലേ ഇത്. നിങ്ങൾ വിമർശിക്കാത്ത എന്തെങ്കിലും ഉണ്ടെന്ന് ഇത് കണ്ടാൻ വായി നിൽക്കുന്നതിന് പറയാം. ദരികത്തിൽ കൂടുമ്പോൾ പത്യം വേണ്ട, നിബത്തും പറയാം, നമീമത്തും പറയാം, ഞാൻ നിൽക്കാതെ ചോദിക്കാം, ഒന്നും വേണ്ട. അർത്ഥം തിന്ന ചത്തതും തിന്ന, ഒരു പത്യം വേണ്ട. അല്ലെങ്കിൽ വിരുദ്ധമാർക്ക് കിട്ടൂലല്ല. അപ്പം ഇപ്പം മരുന്ന് പിടിച്ച് പലിക്കില്ല എന്ന് പറഞ്ഞാൽ പത്യം പാലിക്കാത്തതുകൊണ്ടാണ് കിട്ടാത്തത്. വെറും മരുന്നുകൂടി മാത്രമേ ഇനി വയറ് നിറക്കല്. എന്നിട്ടോ നിറച്ച മരുന്ന് കൊണ്ട് എന്തായെന്ന് അറിയാം, അതിൻ്റെ ബാഡ് എഫക്റ്റ് ഉണ്ടായി. സൈഡ് എഫക്റ്റും വന്നിട്ട് പുതിയ രോഗം ഉണ്ടായി. ഔഷധ പഥ്യം ഉണ്ടാവും, പിന്നെ രോഗപഥ്യം ഉണ്ടാവും. മരുന്നിന് യോജിക്കാത്ത കാര്യങ്ങൾ. അപ്പം രണ്ട് ജാതി പഥ്യം വലിച്ചിട്ടുണ്ടെങ്കിൽ മരുന്ന് വലിക്കൂല. അതാ പറയുന്ന ദവാൻ കമലിൽ എഹ്തിമായി വൽ മഅദത്തു മശഹൂദത്തും ബി ഖലീദിൽ ലതീമത്തി. വയറാണെങ്കിൽ ഒന്ന് ഉറഞ്ഞ് കിടക്കുന്ന മന്തിയും കുന്തിയും എന്നെല്ലാം നിറക്കാനുള്ള എല്ലാം നിറച്ചിട്ട് അടവാറ്റ് എന്നാക്കിയിരിക്കുന്നുണ്ടാവും. കണ്ടാ എന്നിട്ട് ആ മരുന്ന് കൊണ്ട് ഫലം കിട്ടണമെന്ന് ആഗ്രഹിച്ച് വയറലിളക്കി ഖാലിയാക്കിയിട്ട് എന്താക്കി ശുദ്ധമാക്കിയിട്ട് പത്യം പാലിച്ച് എനിക്ക് ഗുണം കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ എനിക്കും കിട്ടണമെന്ന് വിചാരിച്ചാൽ അപ്പോൾ എടുത്തി ദവാ. നമ്മുടെ ഉദാഹരണത്തിൽ ഈ മരുന്ന് ഏതാന്ന് ദിക്റ്. അപ്പോൾ മരുന്ന് മാത്രം കുടിച്ച് തഖ്വ എന്നുള്ളതാണ് ഇഹ്തിമാവിന് പഥ്യം പാലിക്കല്. എന്താണത്? വഹിയ തഹല്ലിൽ ഖൽബി അനി ഷഹവാത്ത്. ഷഹവാത്തിനെ തൊട്ട് വയറിളക്കണമെന്നാ പറഞ്ഞത്. അതെ, മറ്റേത് വയറിളക്കലാണ്, ഇത് കൽബിളക്കലാണ്. ദിക്റല്ലാത്ത എല്ലാ കാര്യങ്ങളെ തൊട്ടും ഫാരിഗായ അതിനൊന്നും ഓലോടുക്കിപ്പോ ബിക്ർ കൽബൻ എത്ര ഉച്ചയ്ക്ക് കാണാൻ തുടങ്ങി. നേരത്തെ പറയാത്ത ഇങ്ങനെ മരുന്ന് കുടിക്കുമ്പോൾ തന്നെ വ്യക്തം മാറി ഫീ മാദത്തിൻ ഖാലിയത്തിൻ അനിൽ അത്ഇമ. ഭക്ഷണം മറ്റല്ല ഒഴിവാക്കിയ വയറ്റ് മരുന്ന് കുടിക്കുമ്പോൾ തന്നെ എന്തായി വ്യക്തം മാറിയിട്ടുണ്ട്. ഖാല അല്ലാഹു തആല ഇന്ന ഫീ ദാലിക ലദിക്റാ ലിമൻ കാന ലഹു ഖൽബുൻ. وقال تعالى كتب عليه أنه من تولاه فأنه يضله ويهديه إلى عذاب السعير. ശൈത്താനിക്ക് അല്ലാഹു കൊടുത്ത ഒരു നിശ്ചയം എന്ത്? അവൻ ആരാണോ അധികാരിയാക്കിയത് അവൻ പഠിപ്പിക്കും, അദാബു സഈറിലേക്ക് വലിച്ചിറക്കുകയും ചെയ്യും. അത് ഒരു ഇതാണ്. അപ്പോൾ വമൻ സഅദ ശൈത്വാന ബിഅമലിഹി ഫഹുവ മുവാലിഹി. പ്രവർത്തനങ്ങളെ കൊണ്ട് ശൈത്താൻ ഒരാൾ പിന്തുണച്ചാൽ അവൻ അവൻ്റെ സ്നേഹിതനായി. വഇൻ ദക്കറല്ലാഹ ബിലിസാൻ. നാവ് കൊണ്ട് ദിക്റങ്ങനെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ താളഞ്ചപ്പിൽ വെള്ളം വീഴ്ത്തിയാൽ മതി. എത്ര വായ കൊണ്ട് താളഞ്ചപ്പ് അവിടെ എന്തെങ്കിലും നനിയോ കുതിരയോ ചെയ്തിട്ടുണ്ട് മുറജി? എത്ര പെരുമായ പെയ്താലും എൻ്റെ മുകളിൽ നനവുണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ ബണ്ടിൻ്റെ മുകളിൽ വെള്ളം പോകാൻ ഞാൻ താളഞ്ചപ്പ് ചതച്ചിട്ട് ഒന്ന് വരച്ചു കൊടുത്താൽ കണ്ടീഷനാണ്. പിന്നെ പേപ്പറും കൊടുന്ന് വേണ്ട, വെള്ളം വെക്കില്ല. ഈ താളഞ്ചപ്പിൻ്റെ ആ ജ്യൂസ് ഉണ്ടല്ലോ ഉള്ളിലെ, അത് ഇനി തട്ടണം. അവിടെ ഇടലുണ്ടല്ലോ ഇങ്ങനെ ആക്കിയിട്ട്
നമ്മൾ ഈ കണ്ടെത്തിയിട്ടുണ്ട്. കണ്ടോ നടക്ക് JC വിട്ടപ്പോ ഞാൻ അവനെ തോന്നിക്കോട്ടെ. അയ്യോ അപ്പൊ ഇവരെന്ത് പറഞ്ഞ് മരുന്ന് കുടിച്ച പോരാ പത്യം പോണമെന്നില്ല ഷർട്ട് വെച്ചേ. ഹദീസ് പരിശോധിക്കുമ്പോൾ മരുന്ന് കുടിക്കാനേ മറ്റുള്ള പത്യം പറഞ്ഞിട്ടാണെന്നില്ല. ദിക്ർ ചെല്ലുന്നല്ലേ പറഞ്ഞു, മരുന്ന് കുടിക്കാനല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോ ഹദീസ് പറയാത്ത പത്യം ഞെക്കിടുന്ന കിട്ടിയെന്ന ചോദ്യം. അതെന്താ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം പറയില്ല. ഇപ്പൊ മൊബൈൽ ഫോണിൽ എന്തെല്ലാം ഓഫറെല്ലാം വരും അല്ലേ? പൊടിന്ന് വാങ്ങിയ പാടെ തുറന്നാല് ഹലോ 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 എന്തെങ്കിലും വർക്ക് ചെയ്യോ? ഈ ഓഫർ പറഞ്ഞ് എന്തെങ്കിലും വർക്ക് ചെയ്യുന്നില്ല. എന്താ വേണ്ടി? സിം ഇടണോ, ബാറ്ററി ചാർജ് പോകണോ, അതിൻ്റെ നമ്പറെല്ലാം എടുക്കാനുണ്ട്, അതെല്ലാം എടുത്തെങ്കിലേ ഇത് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഓഫറുകാർ എന്താക്കില്ല ഇതിൻ്റെ പത്യം പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അല്ല നീ പറയും അൽ ഹദീസു അത് പറഞ്ഞ മുത്തലക്കാറ്റ് ഒരു കൈതും പറയാതെ എന്താക്കും ശൈത്താനെ പായിക്കുമെന്ന് മാത്രം കണ്ടിട്ടുണ്ട്. അവലം തഫഹം അന്ന അക്സറ ഉമൂമാത്തി ശറഈ ശറഇന്റെ ഒരുപാട് ആമായ കാര്യങ്ങൾ മഖ്സൂസത്തും ബിശുറൂത്തിൻ അത് കുറേ ഷർത്തുണ്ട്, മഖ്സൂസാണ്. ഓരോ ഫളായിലൊക്കെ പറഞ്ഞാൽ ഇന്ന് ഷർത്ത് വെച്ചാൽ ആ ഫളായിൽ കിട്ടുള്ളൂ. നഖലഹ ഉലമാഉദ്ദീൻ റളിയല്ലാഹു അൻഹു എന്താക്കി അത് പറഞ്ഞു തന്നിട്ടുണ്ട്. അതും കൂടെ കുട്ടി വായിക്കണം. ഫൻദുർ ഇലാ നഫ്സിക നീ നഫ്സിലേക്ക് നോക്കിക്കോ. ഫലൈസൽ ഖബ്റു കല്യാൻ അനുഭവം പോലെയുള്ള വാർത്ത കേട്ടാൽ വതഅമ്മൽ അന്ന മുൻതഹ ദിക്രിക വഇബാദതിക നിന്റെ ദിക്റിന്റെ പരമാവധി ദിക്ർ ഏതാണ്? എൻ്റെ ഹെഡ് ഓഫീസ് അസ്സലാത്തു നിസ്കാരമല്ലേ? നിസ്കാരത്തിൽ ചെയ്താൽ വരുന്നില്ല നെറ്റ്. അപ്പം മരുന്നിലല്ലേ ശൈത്താൻ കയറിയത്? മകറ എല്ലാ സാധനവും കേടുവരാണ്ടിരിക്കാൻ ഉപ്പിടൂ. ഉപ്പിട്ട് തന്നെ ആട്ട കറിയാ പിന്നെ എന്താക്കുന്നത്? പൊറാക്കിബ് കൽബക്കാൻ അത് നീ അനുഭവിച്ചോന്നാ മുപ്പറ പറഞ്ഞേ. നിന്റെ സ്വന്തം അനുഭവം നോക്കിക്കോ. അതല്ലേ ഫൻദുറില നഫ്സിക ഫറാക്കിബ് കൽബക ഇൻ കുന്ത ഇദാ കുന്ത ഫീ സ്വലാത്തിലായാൽ കൈഫ യുജാദിബു ശൈത്വാൻ ശൈത്താൻ നിന്റെ കൽബിനെ വിളിച്ചോണ്ട് പോകുന്നില്ലേ? ഇതല്ല സ്വാക്ക് അങ്ങാടിയിലേക്ക് കൂന്നിട്ട് പോയാൽ എന്താ ചെയ്യുന്നു തന്നെ ചോദിച്ചു പോകും അല്ലേ? വഹിസാബിൽ മാബിലിൻ്റെ ഇടപാടുകാരെ കണക്കല്ല ഇത് ഇപ്പം നിസ്കാരത്തിൽ നിന്നല്ല. പണ്ടൊരു ഉമ്മ ഉണ്ടായില്ല, പാലും പുട്ടെല്ലാം ബുക്കും പോലും കണക്കൊന്നും നിർത്തി വെക്കൂല. മോള് ചോദിച്ച എല്ലാം മുമ്പ് ഇങ്ങനെ ആയാലും ആകാം ഉണ്ടാവില്ല. ഞാൻ എഴുതി വെക്കുന്ന മോളൊക്കെ നിൽക്കാൻ കൈ കെട്ടേണ്ട താമസം എല്ലാ കണക്കും എൻ്റെ മനസ്സിലിങ്ങനെ വരും. പിന്നെ എഴുതി വെക്കേണ്ടി വജവാബിൽ മാനിദീന ഇവനോട് ആരെങ്കിലും എതിരെ പറഞ്ഞാൽ ഓനോട് എങ്ങനെ അടിച്ച് തിരിച്ച് മറുപടി പറയേണ്ടെന്നെല്ലാം കണ്ടുപിടുത്തപ്പം നിസ്കാരത്തിലാണ്. ദുന്യാവിൻ്റെ ഓരോ കൊണ്ടുകളിലേക്കും അപകട മേഖലകളിലേക്കും വലിച്ചേച്ചു കൊണ്ടുപോകുന്നതാണില്ലേ? ദുന്യാവിൻ്റെ ഫുദൂലിൽ എന്തെങ്കിലും മറന്നു പോയെങ്കിൽ നിസ്കാരത്തിലെ ഇല്ലാ ഫീ സലാത്തി നിസ്കാരത്തിലെ അല്ലാണ്ട് ഓർമ്മ വരില്ല. അവ നിൽക്കാൻ കഴിയണം മറന്ന് പിടുത്തം കിട്ടണമെങ്കിൽ. അവ നിസ്കാരത്തിൻ്റെ ഹാലിലാണെങ്കിൽ പിന്നെ ബാക്കി നിൽക്കുന്നത് അവനുണ്ടെന്നു. എന്തൊരു ആഴത്തിലാവും ഇപ്പോൾ സംസാരിച്ച് സുബ്ഹാനല്ലാഹി ബിഹംദിഹി. നിന്റെ കൽബിലേക്ക് ശൈത്താൻ തെങ്ങിക്കൂടി വരൂല ഇല്ല ഇതാ സല്ലൈത്താൻ നിൽക്കിച്ചാലല്ലാണ്ട് എന്നില്ലേ? അപ്പൊ ഫസ്സലാത്തു മഹക്കുൽ ഖുലൂബ് നമസ്കാരമാണ് കൽബിന്റെ ഹാലെന്താന്ന് ഉരച്ചു നോക്കാനുള്ള കല്ല്. കൽബ് സഹിയാണോ സലീമാണോ നോക്കാൻ നിൽക്കാൻ കൈയ്യട്ടി നോക്കുക. ഫിഹ നമസ്കാരത്തിലായിക്കൊണ്ട് കൽബിന്റെ നന്മ എന്താണ്, അതിന്റെ മോശത്തരം എന്താണ് എന്ന് നിശ്ചയിക്കാൻ കൈയ്യട്ടിയെ തിരിയും. കൊണ്ട് കുത്തി നിറക്കപ്പെട്ട കൽബിൽ നിന്നുള്ള നിക്കാരം അല്ലാഹു സ്വീകരിക്കൂല. ശൈത്താൻ പോയും ചെയ്യൂല, കൂടി വരുക.
റുബ്ബമാ യസീദു അലൈക്കൽ വസ്വാസ്, വസ്വാസിനെ കൂട്ടിയും വരും. ഏതുപോലെ കമാ അന്ന ദവാ ഖബലൽ ഇഹ്തിമാഇ, പഥ്യം പാലിക്കാതെ മരുന്ന് കുടിച്ചാൽ റുബ്ബമാ യസീദു അലൈക്കൽ ദറർ, രോഗം വർദ്ധിച്ചെന്നും വരാം. മരുന്ന് കുടിച്ചിട്ട് സൈഡ് എഫക്റ്റും അലർജിയിലും എന്നാണില്ലേ. ശൈത്താനി ഇവന് വിൽക്കാത്ത ഫിഷിനൊക്കെ വേണ്ടി കൂട്ടത്തോടെ വരും. അതാ അവിടെ നിൽക്കുന്നു പോകാന്ന് പറഞ്ഞിട്ട് വരില്ലേ. ശൈത്താനെ തൊട്ട് രക്ഷപ്പെടാൻ ഉദ്ദേശിച്ച ഫഖദ്ദിമിൽ ഇഹ്തിമാൽ, പഥ്യം ജീവിക്കുക. എന്താ പഥ്യം? ബിത്തഖ്വ. സുമ്മ അർദിഫഹു ബിദവാഇ ദിക്ർ, പിന്നെ ദിക്റാകുന്ന മരുന്ന് കുടിക്കുക. എന്നാൽ യഫിറു ശൈത്താനു മിൻക, നിന്റെ പക്കന്ന് ശൈത്താൻ ഓടും. കമാ ഫറ മിൻ ഉമർ റളിയല്ലാഹു അൻഹു, എന്നോട് ഓടിയില്ലേ. അത് തന്നെ നേരത്തെ ചോദ്യമില്ലേ. ولذلك قال وهب بن منبه رضي الله عنه, അല്ല ഒന്നാം നമ്പർ ഒന്നാം നമ്പർ ആടേന്നല്ലേ. അതാ വഹാദാ ഹാലു മനിത്തഹാ ബിഹി സുലൂക്കുഹു, അതാ സുലൂക്ക് പൂർത്തിയായ ഒരാളെ പറ്റിയാണ് ഇപ്പം സംശയം. ഇത് തഖ്വ കൊണ്ട് പഥ്യം പാലിച്ച് നിൽക്കുന്ന ശൈത്താൻ ഓടുന്ന അവസ്ഥ ഉണ്ടായാൽ സുലൂക്ക് തുടങ്ങിയിട്ടും കൂടിയില്ലല്ലോ. പിന്നെന്താ വേണ്ടിയില്ല നമ്മൾ ചെയ്യുന്നല്ലേ. ഇപ്പം സുലൂക്കാന്ന് വെച്ചിട്ട് നിൽക്കുന്നത്. വാശതക്കത്താലി അൻവാർ തൗഫീഖ്, തൗഫീഖിന്റെ അൻവാർ അവനിൽ പ്രകാശിച്ചു. ഫലബിസലി ഉമ്മത്തി ലാമത്തി സിദ്ഖ്, സിദ്ഖാകുന്ന പാടിയങ്കി ധരിച്ചു. വതഹല്ല ബി അസ്ലിഹത്തിൽ അസ്ൽ, ആയുധം കയ്യിലെടുത്ത്. ഏത് ഉസ്ലത്ത്. വദഖല ഫി ഹൗമത്തിൽ ഹർബ്, എന്നിട്ട് യുദ്ധത്തിനിറങ്ങിയാൽ ബൈന ബായിസുദ്ദീനി വദായിൽ ഹവ, ഒരു ഭാഗത്ത് ദീനും ഒരു ഭാഗത്ത് അടിഹബയും കൊണ്ട് എന്താക്കാം, യുദ്ധം ചെയ്യണം. ഫകാനത്തിൽ ഗലബത്തു ലിദായിൽ ദീൻ, അപ്പോൾ ദീനിനായിരിക്കും വിജയം. ബദർ അഫറത്ത് ജൂഷ് ഷയാത്തനോ ചത്തൊടുങ്ങി പോയി. വലുതാലിക്ക കാല അബു ഹാസിം അശ്ശൈത്താനു ഹത്താ യഹബ, മൂപ്പർ ചോദിക്കുന്നത് എന്താണ് ചെയ്ത്താൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിനകത്ത് ഇത്രമാത്രം പേടിക്കേണ്ടത്. മസ്താദങ്ങളെ അധിപിക്കണമല്ല. അയ്യോൽ വസ്വാസ്, ഏ വസ്വാസ് നീ ആരടാ, നിന്നെ എതിർക്കാൻ വേണ്ടി അള്ളാഹിനെ കൊണ്ട് സഹായം തേടാൻ പറ്റും, നീ എത്ര ശക്തവാനാ. മുലമുല അമറണി റബ്ബി, റബ്ബ് കൽപ്പിച്ചോണ്ട് ഞാൻ പറയുന്നേന്ന്. അത്തിമൊക്കെ വലിയ ജലാലിയുണ്ട്, നമ്മളിവിടെ എല്ലാം ചെല്ലലുണ്ട്. ഇപ്പൊ കട്ടിട്ട് ചെല്ലിയിട്ട് 10 മിനിറ്റ് കൊണ്ട് തീർക്കണം. 6 മണിക്കൂർ ഓതണം. പഴയ കാലത്ത് ഔലാജിത്തങ്ങളുടെ കാലത്തും വലിയ ആളിലുള്ള കാലം. ഇപ്പം എന്തായാലും കട്ടാക്കി 10 മിനിറ്റ് എന്തെല്ലാം ദിക്റും ചൊല്ലിയിട്ട് 6 മണിക്കൂർ ഓതണം. പണ്ട് ഇശാനിക്ക് ചോദ്യം സമീപം കണക്കാന്ന് വരും. അച്ചടിയില്ല കയ്യെഴുത്ത്. ഇവിടെ തൃക്കരിപ്പൂരാന്നതിൻ്റെ കേന്ദ്രം. പണ്ട് ഔലാജിത്തങ്ങളുണ്ടായിന് കാലിയറ് ഭയങ്കര. കാസർകോട്ട് മാലിക് ദീനാർ തങ്ങളുടെ മക്കാമിന്റെ തെക്ക് ഭാഗത്ത് മുറ്റത്ത് നടക്കുന്ന വലിയൊരു മീസം കാണാം. റത്തീബന്നെ, പക്ഷെ അത് മുഖ്തസറാക്കിയിട്ട് എന്തെല്ലോ ശരി മതിയാക്കില്ല. 10 മിനിറ്റ് കൊണ്ട് കാമണിക്കൂറുണ്ടെങ്കിൽ ഇത്ര വലിയ റത്തീബ് തീരുന്നു. പിന്നെ അവർക്ക് ഇഷ്ടമില്ലാത്ത മുലക്കന്മാരെ വരെയും വരച്ചിട്ടുണ്ട്. ലാമോജോന്നില്ലെന്നെല്ലാം തടഞ്ഞു കുത്തിന്. ഇവിടുന്ന് ഇവിടെ മറ്റും അപ്പള്ളിയില്ലേ, നമ്മുടെ മുനമ്പിൻ്റെ മുമ്പിലുള്ള പള്ളി. പഴയ കാലത്ത് ഞാൻ നോക്കിയപ്പോൾ രാത്രി കുത്തി വെച്ചിട്ടുണ്ട്. ലാമോജൂദില്ലെന്ന് എന്നെ കണക്കത്തെ മോജൂദിയും വെച്ചിട്ട് ലാമോജൂദില്ലല്ലോ എന്ന് പറയാനായിരുന്നു. അത് കാസർഗോഡ് ആലോചിച്ചങ്ങോ ഇമാം സാഹിദിന്റെ കൂട്ടുകാരൻ ഫഹറുദ്ദീൻ ഞങ്ങളെ മുരീദ് പാടൂല ബാപ്പ രണ്ടെണ്ണം വലിയ കൂട്ടുകെട്ടാണ്. അതിനാണ് ഔലാജിത്തങ്ങ വഫാത്തായപ്പോൾ മൂപ്പറ പേരിൽ എന്താണ് അത്തീബുൽ അംബരി ഫി മനാക്കിബിൽ ഖാദി അബ്ദുല്ലാഹിൽ ഖാങ്കരി എന്ന് പറഞ്ഞിട്ട് കിതാബ് തന്നെ എഴുതിയത്. ഖാദിയറെ പറ്റിയിട്ട് മദഹൈറ്റ് ഇത് അതെ അതെ. ഇവിടുന്ന് പോയിട്ട് ഇപ്പം കാസർഗോട്ടേക്ക് പോയത് ദഹ്ലാൻ തങ്ങളെ ശിഷ്യനാണ്. മക്കത്ത് പോയിട്ട് അക്കാലത്ത് ദഹ്ലാൻ തങ്ങളെത്താന്നല്ലോ അധികം സനദിന് പോക്ക്. ഇപ്പോൾ അന്നും വേലൂരും ഇതൊന്നും അക്കാലത്ത് വലിയ ഇതല്ലല്ല. വളപട്ടണത്തെ മിച്ചത്തങ്ങൾ, പാലോട്ട് മുസക്കുട്ടിയാജി, അങ്ങനെ തന്നെ കുറേ ആളല്ലോ. അതാ നൂഞ്ഞേരിയിലെ മഹമ്മദ് ഷെയ്ഖ്, ഇവരെല്ലാം മക്കത്തല്ല സനദിന് പോക്ക്. ഇപ്പോഴത്തെ ബിസന്റെയും വിമാനത്തിൻ്റെ ഒന്നും കേസ് വിമാനമായ ശേഷം ഇറങ്ങിയല്ലേ കപ്പലിൽ ചിലത് നടന്നിട്ടു. അതുപോലെ രണ്ടാമത്തെ ഹസനാജി,
പിന്നെ അരിപ്പുറ മറ്റേ മൈദീൻ അജി സയ്യിദ് മുസ്ലിയാറുപ്പ ഇവിടെ കൊടുത്തിൽപ്പെട്ടതാണ്. വിചിത്തങ്ങളെ താങ്കൾക്കറിയില്ലേ? 1337 മണപട്ടണത്ത് ആ പൊക്കിലകത്തെ പള്ളിയില്ലേ, അതിൻ്റെ കിഴക്ക് ഭാഗത്തെ ഞാരിയിലാണ് തരുന്നത്. കുത്തപ്പിത്തങ്ങളെ ഷെയ്ഖെന്ന് പറ്റില്ല. 1337 33 പുത്തമ്പള്ളിയിലെ ഷെയ്ഖ്, 1300 കുഞ്ഞഹമ്മദ് ഷെയ്ഖ്, 1298 ഫഖറുദ്ദീൻ തങ്ങൾ. അതുപോലെ മാണിക്കോത്ത ഓർവ 97 മാണിക്കോത്ത വലിയ അസനാറുകളാണ്. അവിടുത്തെ കാവ്യാറ ഉപ്പപ്പ, അവിടുത്തെ പുച്ചക്കാട്ടെ കാവ്യാർ ഉപ്പപ്പ, പുച്ചക്കാട്ടെ അവിടെ ഹസനാറുകളാർക്കുണ്ട്. ഓറ് രണ്ടാമൻ, അത് ഞാൻ വലിയ ഹസനാറുകളാർക്കെന്ന് വിളിക്കും. വലിയ വലിയ അവളിയൊക്കെ മറന്നു. ഓരോരു മൊരീതുണ്ടായിന്, നിറച്ച് പഴവാണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ സഹിയാക്കി തരാൻ എന്നിട്ട് വൈക്കൊണ്ട് പിടിച്ച് എല്ലാക്കി. അപ്പം ശരിക്കും നല്ലോണം വയ്ക്കണേ. നാട്ടിലുള്ള ആൾ തന്നെയാന്നല്ല, മൂലാഗിരി അവരുടെ കുടുംബത്തിൻ്റെ പരിപാടി അല്ലേ? കൊണ്ട് വലിദാലിക വഹബ് ബിൻ മുനബ്ബിഹ് പറഞ്ഞു, ഇത്തഖില്ലാഹ, നീ തഖ്വ ചെയ്തിരുന്നോ, വലാ തസുബ്ബ ശൈത്താൻ, ശൈത്താനെ പറ്റി ഒന്നും പറയണ്ട. ഇത് ശൈത്താനെ പറയണ്ട ശൂലായി, നിന്റെ പണിയെടുക്കേണ്ടെന്നിട്ട് എന്താ വേണ്ടി? ഫിൽ അലാനിയത്തി, പരസ്യമാര് ശൈത്താനെ പറഞ്ഞിട്ട് വാന്ത സദീഖുഹു ഫിസ്സിരി, രഹസ്യത്തിൽ നീ അവൻ്റെ ചങ്ങായിയാണ് കേട്ടാ. ഐ അന്ത മുത്തീഉൻ ലഹു, അവ പറഞ്ഞ പോലെ കേൾക്കുന്നുണ്ട് എന്നർത്ഥം. വഖാല ബഅദുഹും യാ അജബ ലിമൻ യഅസിൽ മുഹ്സിന ബഅദ മഅരിഫതിഹി ബിഇഹ്സാനിഹി, എല്ലാ ഇഹ്സാനും ചെയ്തു തന്നത് അള്ളാഹു ആണ് എന്ന് എല്ലാവർക്കും അറിയാം. ആ മുഹ്സിനോട് മഅസിയത്ത് അല്ലേ? വയുതീഉൽ ലഈന ബഅദ മഅരിഫതിഹി ബിതുഗ്യാനി, പിഴവടപ്പിക്കുന്നവനാണ് അറിഞ്ഞും കൊണ്ട് ലഈനെ ഭയപ്പെടുന്നുകൊണ്ട്. എന്തൊരു അത്ഭുതകരമായ കാര്യം മനുഷ്യൻ ചെയ്യുന്നു. വകമാ അന്നല്ലാഹ തആല ഖാല ഉദ്ഉനി അസ്തജിബ് ലക്കും, തങ്ങൾക്ക് വെച്ചൊരു വാദം വരുന്നുണ്ട് കേട്ടോ ഞങ്ങളെ. വഅന്ത തദ്ഉ, അല്ലാഹ് പറയുന്ന ദ്വാരന്ന ഉത്തരം തരാണ്. ആർക്കെങ്കിലും ദ്വാരന്ന ഉത്തരം കിട്ടിയെന്ന് അവകാശപ്പെട്ടാട്ടൊന്നും. അപ്പം അല്ലാഹ് പറഞ്ഞ കളക ഉദ്ഉനി അസ്തജിബ് ലക്കും, അള്ളാഹിനെ ചോദിച്ചിട്ട് ആള് വന്നാൽ പരിചയപ്പെടുത്തേണ്ടതാന്ന് ഉജീബ് ദഅവത്ത ദാഇ എന്ന് പറഞ്ഞു കൊടുക്കണം. ഞാൻ ദ്വാക്ക് ഉത്തരം കൊടുക്കുന്നവനാന്ന് പറഞ്ഞു കൊടുത്തിരുന്നു. പക്ഷെ ആർക്കും ദ്വാക്ക് ഉത്തരം കിട്ടുന്നില്ല. കൈ ഇങ്ങനെ ഒടിച്ച് ഇങ്ങനെ ഒടിച്ച് ഇങ്ങനെ ഒടിച്ചുണ്ടാക്കി ഉച്ചത്തിൽ ആമയും പറഞ്ഞ് അള്ളാഹിനെ ഞെട്ടിച്ചിട്ടും കൂടെ. അതാ ഫഅന്ത തദ്ഉ വലാ യസ്തജീബു ലക, നിനക്ക് ദ്വാരന്നിട്ട് ഉത്തരം കിട്ടുന്നില്ല. ഫകദാലിക തദ്കുറുല്ലാഹ, നീ അള്ളാഹ്ക്ക് ദിക്റും ചൊല്ലുന്ന വലാ യഹ്റുബു ശൈത്താനും, എങ്കിൽ ശൈത്താൻ ഓടുന്നില്ല. എന്തോടെ ഫഖദി ശുറൂത്തി ദിക്രി, ആ ഒന്നാമത്തേലേക്ക് എടുത്തേക്ക് നോക്കിയിട്ട് രണ്ടാമത്തെ അപ്പ ലഫ് നശ്ർ ഗൈറ മുറത്തബ് അറിയാല മിക്കരുദ്വായി. قيل لإبراهيم بن أدهم رضي الله عنه ما بالنا ندعو, നമുക്കെന്ത് പറ്റി, നമ്മൾ ദ്വാരക്കെന്ന് فلا يستجاب لنا, നമുക്ക് ഉത്തരം കിട്ടുന്നില്ലല്ലോ തങ്ങളെ. فقد قال تعالى ادعوني استجب لكم എന്നല്ലേ അല്ലാഹ് പറഞ്ഞത്. قال തങ്ങൾ പറഞ്ഞ് لأن قلوبكم ميتة, നിങ്ങളെ കൽബ് മരിച്ചിട്ടുണ്ട് കൂട്ടക്കാരെ. കീല, എന്താ മരിക്കാൻ കാരണോ? വമല്ലദി അമാതഹ എന്ന് ചോദിച്ചപ്പോൾ കാല സവാനു ഹിസാലിൽ, 8 കാര്യം നിങ്ങളിലുണ്ട്. സ്പീഡ് കുടിപ്പിനാ അറഫ്തുമുല്ലാഹ തആല, അങ്ങനെയാണെങ്കിൽ ഒറ്റ ടിക്കറ്റ് ചിലവാകില്ലല്ലോ. ഓരോ പറച്ചിൽ എന്താണ്? അറഫ്തുമുല്ലാഹ വലം തഖൂമു ബിഹഖിഹി, അതാ അല്ലാ കിതാബിനെ മേൽ ചീറ്റാൻ പറ്റുമോ കുറ്റക്കാരാണ് ആരാന്ന് ഞങ്ങൾ. നിങ്ങൾ അള്ളാഹിനെ അറിഞ്ഞിട്ടുണ്ട്, പക്ഷെ അള്ളാഹിന്റെ ഹക്ക് കിട്ടിയിട്ടില്ല. വഖറഅതുൽ ഖുർആൻ, ഓതുന്നുണ്ട്, വലം തഅമലു ബിഹുദൂദിഹി, ഖുർആനിന്റെ അംറും നഹിക്കും ഒപ്പിച്ച് അമൽ ചെയ്യുന്നില്ല. വഖൽതും നുഹിബ്ബു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളോട് വളരെ മഹബ്ബത്താന്ന് പറയുന്നു. വലം തഅമലു ബി സുന്നത്തിഹി, സുന്നത്തുകൊണ്ട് അമൽ ചെയ്തിട്ടില്ല, വെറും കൊട്ടലും പാടലും മാത്രം. വഖൽതും നഫ്സൽ മൗത, നമ്മൾ മരണത്തിനെ പേടിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞിട്ടും വലം തസ്തഇദു ലഹു, മരിക്കാൻ വേണ്ടി ഒന്നും ഒരുക്കം ചെയ്തിട്ടില്ല. വഖാല തആല ഇന്ന ശൈത്വാന ലക്കും അദുവ്വൻ ഫത്തഖിദൂഹു അദുവ്വ, ശൈത്താൻ നിങ്ങൾക്ക് ശത്രുവാണ്, അതിനെ അദുവ്വായി തന്നെ കാണുന്നു. പക്ഷേ ഫവാതഅ്തുമൂഹു അലൽ മആസി, കുറ്റകൃത്യത്തിൽ അവനോടൊപ്പം നിങ്ങൾ സഹകരിച്ചു. വഖൽതും നഖാഫുൻ നാറ, നരകം പേടിക്കുന്നു എന്ന് പറഞ്ഞിട്ടും
വർഹക്കത്തും അബുദാനക്കും ഫീഹ, നരകത്തിലേക്ക് നിങ്ങളെ ശരീരം തള്ളിയിടുകയല്ലേ നിങ്ങൾ ചെയ്യുന്നത്. വഖുൽതും നുഹിബ്ബുൽ ജന്നത, സ്വർഗം ഇഷ്ടപ്പെടുന്നു പറയുമ്പോൾ ലം തഅമലൂ ലഹാ, സ്വർഗം കിട്ടാൻ വേണ്ടി ഒരു പണി എടുത്തിട്ടില്ല. വൈദാ കുൻതും മിൻ ഫുറുശിക്കും, നിങ്ങൾ നേരം വെളുത്ത് എണീക്കുമ്പോൾ റമൈതും ഉയൂബക്കും, നിങ്ങൾ ഐബുകളെല്ലാം അങ്ങോട്ട് ഒഴിവാക്കി അല്ലേ. എന്നുവെച്ചാൽ അത് കാണാനുമില്ല പറയാനുമില്ല, വേറെ ആ കൈബുണ്ടെങ്കിൽ പറയാന്നു ഉടനെ ഫോണിൽ എടുക്കുക കൊടുക്കുക തന്നെ. വറാലുഹരിക്കും വഫ്തറസ്തും ഉയൂബന്നാസി അമാമക്കും, ജനങ്ങളുടെ ഐബിനെന്താക്കി മുമ്പിൽ അവിടെ പിരിച്ചു വെച്ച് പടം പിരിക്കുമ്പോൾ പിരിച്ചു വെച്ചിട്ട് അതിലാണ് ഇപ്പം ഉള്ളത്. അപ്പൊ ഫസ്ഹത്തും റബ്ബക്കും, റബ്ബിനെ ദേഷ്യം പിടിച്ചു. ജീവൻ ദേഷ്യം പിടിച്ച റബ്ബ് എങ്ങനെ ഉത്തരം ചെയ്യുക? തങ്ങം പണ്ടെടുന്നു വയത് വരുന്നിട്ട് ഞാൻ ഇനി ഇല്ലപ്പ സമയക്കുറച്ചുള്ളൂ, അടിച്ചു വിട്ടതോടെ പോയി നീ നല്ലൊരു വൃത്തിനെത്തണ്ടേ. വ്യത്യസ്തങ്ങളാ മയസീത്തിട്ടുണ്ടല്ലോ, പലതുണ്ട്, കൗലാലും ഫേലാലും. അത് ശൈത്താനും വാഹിദും, ഒറ്റ ശൈത്താനോ ഔ ശയാത്തീനും മുഖ്തലിഫിനും, വിവിധങ്ങളായ ശൈത്താന്മാരുണ്ടോ എന്നാ ചോദ്യം. മൂപ്പർ അറിയോ എന്താ അപ്പം തിന്നാമത് കുയ്യണ്ടുണ്ടാകും. അതിനെ മറുപടി ഫഅലം അന്നഹു ലാ ഹാജത ലക, ഇത് വേണ്ടവനെ ഇലാ മാരിഫത്തി ദാലിക ഫിൽ മുആമല, ഇൽമുൽ മുആമലയിലൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് ഫസ്തഗിൽ ബിദഫ്ഇൽ അദുബി, അതും ആരെങ്കിലായിക്കോട്ടെ അതിനെ തടുക്കാൻ വേണ്ടി ചോദിച്ചു. വലാ തസ്അൽ അൻ സിഫത്ത് ചോദിക്കണ്ട. അത് അവർ പറഞ്ഞിട്ടുണ്ട്, ഖുലിൽ ബഖല മിൻ ഹൈസു യുതാബി വലാ തസൽ അനിൽ മബ്ഖല എന്നൊരു പഴഞ്ചൊല്ല. നമ്മുടെ നാട്ടിൽ പറയുന്നത് എന്താണ്? അപ്പം തിന്നു കുയ്യണ്ടാന്ന്. ചീര കൊണ്ടാന്ന്, ചീര എവിടെ നട്ടെന്ന് ചോദിക്കണ്ട, ചീര കൂട്ടാൻ വെച്ച് കൂട്ടിക്കൊള്ളാം. വലാക്കിനിൽ എന്നാലും ഒപ്പർ മറുപടി പറയുന്നു. വലാക്കിന്നൽ യത്തലിഹു ബിനൂരിൽ ഇസ്തിബ്സാരി വശവാഹിദിൽ അഖ്ബാർ, ധാരാളം ഹദീസുകളുടെ ഷാഹിദും വെച്ചിട്ട് എന്താക്കുക, ബസീറത്തിന്റെ കണ്ണ് കൊണ്ടെന്ന് അതെന്താക്കുക ജിത്തിഹാദ് ചെയ്താൽ കിട്ടുന്നത് അന്നഹും ജുനൂദും മുജന്നദ്, കൂട്ടം കൂട്ടമായ വലിയ വടപ്പൊട്ടുന്നത്. ജുന്തു എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ആള് മജുമുഅയാണല്ലോ, അങ്ങനത്തെ മുജന്നദ് കൂട്ടം കൂട്ടമായിട്ട് ഒരു കൂട്ടം, നിങ്ങളെ ആ കൂട്ടം എന്താക്കും കുറെ എണ്ണം കൂടി അതൊരു കൂട്ടമായി മാറുക. മാസിയത്തിൽപ്പെട്ട ഓരോന്നിനും ഓരോ ശൈത്താന്മാർ, അതവന് പ്രത്യേകമാണ്, അവൻ അതിലേക്ക് ക്ഷണിക്കും. അല്ല മുപ്പർ എന്താ പറഞ്ഞത്? ഒന്ന് ഷവാഹിദുൽ അഖ്ബാറും മറ്റൊന്ന് ഇസ്തിബ്സാറിന്റെ നൂറുന്നല്ലേ. അത് രണ്ട് തെളിവല്ലേ മുപ്പർ പറഞ്ഞത്. തരീഖുൽ ഇസ്തിബ്സാർ ഫദിക്റുഹു യത്തൂൻ, അത് പറഞ്ഞാൽ തീരൂല, ഒരുപാട് പറയാനുണ്ട്, എല്ലാവർക്കും തിരിയില്ലല്ല. ഞാനീ പറഞ്ഞതുകൊണ്ട് മതിയാക്കാം. എന്താണ്? അന്നഖ്തിലാഫൽ മുസബ്ബബാത്ത് യദുല്ലു അലാ ഇഖ്തിലാഫിൽ അസ്ബാബ് എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എവിടെ? ഒരു വീട്ടിൽ വിളക്ക് കത്തിച്ച് പ്രകാശം കാണുന്നുണ്ട്, അട്ടത്തിന് കരിയും കാണുന്നുണ്ട്. അപ്പൊ അട്ടത്തിന് കരിയുണ്ടായ കാരണം പറയുകയാണ്, പ്രകാശം കാണുന്നതിന്റെ കാരണം പറയാന്ന് മുമ്പ് നമ്മ 3ാം ക്ലാസ്സിലിട്ട് മോദിയിൽ മറന്നുപോയാ, മറന്നിപ്പം വിചാരിക്കുന്നു, ആരും ഉത്തരം പറയുന്നില്ല. ഒരു വീട്ടിൽ ഒരു റൂമിൽ വിളക്ക് കത്തിച്ചപ്പോൾ ചുമരിലൊട്ടാകെ ഇങ്ങനെ വെളിച്ചം കാണുന്നുണ്ട്. ഇത് നേരെ നോക്കുമ്പോൾ കരി പിടിച്ചിട്ടുണ്ട്. അപ്പൊ കരി പിടിച്ചതിന്റെ കാരണം ഇതിൽ നിന്ന് പോയ പുകയാണ്, മറ്റേ 100 2 മുസബ്ബബിന് 2 സബബുണ്ട്. ഇതിൽ തന്നെ പറഞ്ഞതാണ്. അങ്ങനെ മതി, അത് മനസ്സിലാക്കിയാൽ മതി. ഇത് ഫീ നൂരിൻ നാരി വസവാദി ദുഖാൻ, അതാ പുകന്റെ കറുപ്പും നാരിന്റെ നൂറും പറഞ്ഞ സ്ഥലത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പം വിവിധങ്ങളായ മുസബ്ബബാത്ത് ഉണ്ടാകുമ്പോൾ വിവിധങ്ങളായ അസ്ബാബും ഉണ്ടാകുമെന്ന് പറഞ്ഞോണ്ട് മതിയായിക്കുന്നു. ഇനി പറയേണ്ട എന്താന്ന്, പിന്നെ ഷവാഹിദുൽ അഖ്ബാർ അല്ലേ, അതാ വഅമ്മൽ അഖ്ബാറു ഷവാഹിദുൽ അഖ്ബാർ എന്താ? ഫഖദ് ഖാല മുജാഹിദുൻ ലിബ്ലീസ ഖംസത്തുൻ മിനൽ ഔലാദ്, ഇബ്ലീസിന് 5 മക്കളുണ്ട്. ഖദ് ജഅല കുല്ല വാഹിദിൻ മിൻഹും അലാ ശൈഇൻ മിൻ അംദിഹി, ഇബ്ലീസ് നടത്തേണ്ട ഓരോ കാര്യത്തിനും 5 മക്കളെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്താണ്? സബർ എന്നൊരു പേര്, വൽ ആവർ 2, മിസ്വത്ത് 3, ദാസിമ 4, സലംബൂർ 5. ഫഅമ്മ സബർ എന്താണ്? ഫഹുവ സാഹിബുൽ മസാഇബ്, നിലമ്പൂർ. പിന്നെ സാഹിബുൽ മസാഹിബാണ് അല്ലദി യഅ്മുറു ബിസ്സുബൂർ, അല്ലാഹു മുസീബത്ത് വന്നാൽ ഞാൻ എൻ്റെ കഷ്ടമേ എന്ന് എന്താക്കും? അള്ളാഹിനോട് ഇല്ലാത്ത സംസാരം സംസാരിപ്പിക്കും. വശക്കൽ ജീവന് കുപ്പായ മാറാൻ പറിച്ചു കയറും, മെച്ചൽ പെണ്ണുങ്ങന്മാരാക്കുന്നേ. ഒലത്തുമിൽ ഹോത് കവളിനടിക്കും.
വദഅവൽ ജാഹിലിയ്യത്തിൻ്റെ വിളിച്ചു പറയലുണ്ടാവും. ഇതാണ് ആര് ഇബ്ലീസിന്റെ ഒന്നാം മൂലം. വാമൽ അവരെന്താണ് ഫഇന്നഹു സാഹിബു സിന യഅ്മുറു ബിഹി വയുസയ്യിനു, നല്ലതാന്ന് കാണിച്ചിട്ട് കൽപ്പിക്കും. വാമ്മ മിസ് എന്താണ് ഇവിടെ മിസ്വത്ത് സാഹിബുൽ കദിബി, കളവ് പറയാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നതാണ്. വാമ്മ ദാസിമാരാണ് ഫഇന്നഹു യദ്ഖുലു മഅ റജുലി ജാഹിലിഹി, ഒരു മനുഷ്യനോടൊപ്പം വന്നിട്ട് എന്താക്കും പരക്കെത്തും അതിനോട്. എന്നിട്ടോ യർമീഹിം ബിൽ ഐബി ഇൻദഹു, കണ്ടോ അവർ ഐബ് കൊണ്ടെറിയും. എന്നിട്ടോ യുബ്ഗിലുഹു അലൈഹിം, അവരോട് ദേഷ്യം പിടിപ്പിക്കും. യുബ്ഗിലുഹു യുഗ്ളിബുഹു അലൈഹിം, ഈ പരക്കാരുള്ള ഐബെല്ലാം എന്താക്കി വെളിപ്പെടുത്തിയിട്ട് പരക്കാരോട് ദേഷ്യം പിടിക്കും. അപ്പൊ പരക്കപ്പം സൺഡേ ആയിരിക്കും. വമ്മ ജലംബൂർ സാഹിബ് സൂഖ്, അങ്ങാടിയിലുണ്ടായത്. ഫബിസ്സബിഹി ലാ യസാലൂന മുൽതഖിമീൻ, അണെന്നുള്ളത് മുൽതഖിമീൻ ആ അവന്റെ കാരണത്താൽ മുൽത്തത്തിമീന അന്ന് ഒക്കുന്നില്ല. അവരെന്താക്കുന്ന അറിയോ, വേറൊരാളെ ആക്രമിച്ചിട്ടും പൈസ എന്താ കട്ടിട്ടും മറ്റേ പൈസ വാങ്ങിയിട്ട് കൊടുക്കാണ്ടും ഇതെല്ലാം ആക്കിയിട്ട് അവസാനം അടിപിടി ഉണ്ടാക്കല് അങ്ങാടി. ഇത് ഉണ്ട് നോക്കട്ടെ. പക്ഷേ ഇത്തോനുസലാത്തി നിസ്കാരത്തിന് വരുന്ന ഷൈത്താൻ ഇസമ്മ ഹിൻസബ് എന്ന് പറയും. ഷൈത്താനുൽ വുദൂ ഉണ്ട് ഇസമ്മൽ വലഹാൻ എന്ന് പറയും. വഖദ് വറദ ഫീ ദാലിക അഖ്ബാറുൻ കസീറനെ പറ്റി ധാരാളം ഹദീസ് വന്നിട്ടുണ്ട്. ആയിട്ടില്ല എന്ന് തോന്നുന്നു. സമീകരിക്കാൻ വേണ്ടി വന്നാണ് ഇഷാ നിൽക്കിച്ചിട്ട് പോകും. ഒന്നോടത്ത് ആവശ്യമില്ല, ഒന്നങ്ങരി ഇങ്ങനെ കളിക്കും. അടിയിലേക്ക് കുടിക്കുവാറിൽ മുകളിൽ കയറിയിട്ട് ഒരു അടി കൊടുക്കല്, വെള്ളത്തിന് ഇങ്ങനെ മാറ്റി ഒരടി. ഇന്നലെ ഒന്നുമില്ല ചർത്താ പറഞ്ഞ ഒരു കോപ്പ വെള്ളം ഉണ്ടായ വെള്ളം അധികം. എന്താ വക്കമ അന്ന ശയാത്തീന ഫീഹിം കസ്റത്തുൻ, ശൈത്താന്മാരുടെ ഭയങ്കര ആധിക്യമുണ്ട്. വക്കദാലിക ഫിൽ മലായികത്തി കസ്റത്തുൻ, ശൈത്താന്മാരുടെ ഓപ്പോസിറ്റ് അല്ലേ മലായികത്ത്. വഖദ് ദക്കർനാ ഫീ കിതാബി ശുക്രി, 4-ാം ജുസിൽ അസ്റ ഫീ കസ്റത്തിൽ മലായിക, ഇത്രയധികം മലായികത്ത് എന്തിനാണ് എന്ന് സിർദ് പറയും. വഖ്തിസാസി കുല്ലി വാഹിദി മിൻഹും ബി അമലിൻ യൻഫരിദു ബിഹി, ആ അമല് കൊണ്ട് തനിച്ചിരിക്കുന്ന ഓരോ മലക്ക് ഓരോരോ മലായികത്തുണ്ട്. വഖദ് ഖാല അബൂ ഉമാമത്തുൽ ബാഹിരി റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുക്കില ബിൽ മുഅ്മിനി 160 മലക്കൻ, 160 മലക്കിനെ ഒരു മുഅ്മിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. യദബ്ബൂന അൻഹു, ആ മലായികത്തെല്ലാം തടുക്കുകയാണ്. മാലം യുഖദ്ദർ അലൈഹി, ഇവനിക്ക് കണക്കാക്കപ്പെട്ടിട്ടില്ലാത്ത ആഫാത്ത് മുസീബത്തെല്ലാം കണക്കാക്കപ്പെട്ടെങ്കിൽ ഓർ തടുക്കൂല. പിന്നെ നമുക്ക് അള്ളാഹു മുപ്പറമായ വരൂലല്ല, ഇവനിക്ക് വേണ്ടാത്തതെല്ലാം തടുത്താണ്. മീൻ ദാലിക, അതാ ലിൽ ബസരി മീൻ ദാലിക ലിൽ ബസരി സബഅത്തംലാക്കി, ബസറിനുണ്ട് 7 മലക്ക്. യദബ്ബൂന അൻഹു, അതിനെ അഫത്ത് തടുക്കും. കമാ യുദബ്ബു ദുബാബു അൻ ഖസാത്തിൽ അസൽ ഫിൽ യൗമി സായിഫ്, ചൂടുള്ള അവസരത്തിൽ ഈ തേനിൽ പാത്രത്തിൽ വെച്ചാൽ എന്താക്കും, ഈച്ച വരുന്നുണ്ട്. ഈച്ചനെ തടുക്കാറില്ലേ, ഇന്നതുപോലെ കണ്ണിന് വരുന്ന ആഫത്ത്. വമാലൗ ബദാലക്കും ലറായിതുമു അലാ കുല്ലി സഹലിൻ വജബൽ, നിങ്ങൾക്ക് ആ മലായികത്തിനെ വെളിപ്പെടുകയാണെങ്കിൽ എല്ലാ മലകളിലും എല്ലാ സ്ഥലങ്ങളിലും കാണാൻ കഴിയും. പക്ഷെ നമ്മൾ കണ്ണിനല്ല ഹിജാബ് ഇട്ടുകൊണ്ടാകും. അത് വലിയ നിയമത്താന്നല്ല ഇന്നാൾ ഓതിയത്. അല്ല മലക്കിനെ ജിനെ കാണുമ്പോലെ കണ്ടെങ്കിൽ എനിക്ക് പേടിച്ചിട്ടാകാം ഒന്നുമില്ലണ്ടാവും. ചൂടുകാലം കുല്ലുഹും ബാസത്തും യദഹു, എല്ലാവരും അവരെ കൈ നീട്ടുന്നുണ്ട്. ഫാഹിറും ഫാഹു, വായും തുറന്നിട്ടുണ്ട്. വലൗ ബുക്കിലല്ലബ്ദു ഇലാ നഫ്സിഹി തർഫത ഐൻ, മനുഷ്യൻ ഈ സ്വന്തം കെട്ട് വിട്ടേച്ചാൽ ലഖ്തഫതുഹു ശയാത്തീൻ, ഇവനെന്താക്കും ഇത് കൊണ്ട് പോകും. മലായികത്തുള്ളതുകൊണ്ടാണ് മനുഷ്യന് സുരക്ഷിതം. ലഹു മാഖിബാത്തും മിൻ ബൈനി യദൈഹി, ആയത്തിലല്ലേ പറഞ്ഞത്. എല്ലാവർക്കും ഉണ്ടാകും. അമ്മാ നിയമത്തിൽ എല്ലാം പെടുമല്ല. ചിലത് നമ്മൾ കാണില്ല എന്ന് എത്തും. പണ്ട് കക്കടിപ്പുറത്തൊരു ചങ്ങായിനെ കുട്ടിക്കിട്ടി വന്നു, ഭയങ്കരമായ കരച്ചലി ഒക്കെ. ഇയാൾക്ക് ഉറക്കമില്ല, ഒന്നുമില്ല, ഊണുമില്ല, ഇങ്ങനെ ഭയങ്കര വിഷമത്തിലാണ്. എന്തായി സംഭവം എന്ന് വെച്ചു. നല്ല നിലാവുള്ള രാത്രി ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര നീട്ടമുള്ള ഒരാളെ കണ്ടിട്ട് ഇവൻ അസ്സലാമു അലൈക്കും പറഞ്ഞ് മറുപടി പറഞ്ഞത്.
ഒരൊറ്റ മുള്ളിൽ വരും. എന്നിട്ടോ നിങ്ങളാര് കാല് കാണിച്ചു കൊടുത്ത്, കാല് നോക്കുമ്പോൾ മടമ്പ് ഇങ്ങോട്ടേക്കുള്ളു. നമ്മളെ മടമ്പ് മുന്നോട്ടില്ലേ, ഇപ്പം മടമ്പ് മുന്നോട്ട് കാല് ബാക്കോട്ടേക്ക് കാണിച്ചു കൊടുത്ത്. എനിക്ക് ആയിക്കോട്ട് പോലെ ഇയാളിത് കണ്ടപ്പോൾ ഒരു അസാധാരണ കണ്ടപ്പോൾ പേടിച്ച് ബോധം കെട്ട് വീണു. അങ്ങനെ വീണ് കുറേ ആരും നോക്കാനില്ല, ഒന്നുമില്ല ഇനി. എന്നിട്ട് എങ്ങനെയോ കുറച്ച് പണീച്ച് അവിടെ ഇരുന്ന്, നിങ്ങെന്താ ഒറ്റപ്പെട്ട് രാത്രി അവിടെ ഇരിക്കുന്നുണ്ട് പറഞ്ഞാളോ വന്നു. അത് ഞാൻ ഇങ്ങനെ ഒന്ന് കണ്ടുപോയിനി, എന്നെ പോലെയാണ് കണ്ടതെന്ന് വെച്ച് നീട്ടത്തിൽ അയാൾ പ്രകടമാക്കി. അയാൾക്ക് കാലിങ്ങനത്തെ കാലാണോ എന്ന് ചോദിച്ചു. പിന്നെ പൊടിക്കാൻ എന്താ വേണം. പിന്നെ അയാൾക്ക് ആകെ മാനസിക രോഗമായി. രണ്ടാമത് കാണിച്ച് വേറൊരു ചിഹ്നാന്ന്. അത് ഇങ്ങനത്തെ കാലം തന്നെയാണോ കാണിച്ചതെന്നാണ് ചോദിച്ചത്. പക്ഷെ മൂപ്പർ എന്താക്കി 313 ആയത്തിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞു. അതുകൊണ്ടുകൂടി സുഖമായിപ്പോ. قال أيوب بن زيد رضي الله عنه بلغنا أنه يولد مع أبناء الإنس من أبناء الجن ثم ينشأون معهم. മനുഷ്യന്മാരുടെ കുട്ടികൾ ജനിക്കും തോറും ജിന്നുകളുടെ കൂട്ടത്തിൽ ഒരു കുട്ടി ജനിക്കും. എന്നിട്ട് ആ ജനിച്ച 2 കുട്ടിയാനി ഉണ്ടല്ലോ, 2 കുട്ടി, അവർ 2 കൂട്ടുകാരായിട്ട് ജീവിക്കും. അപ്പോൾ മനുഷ്യന്മാർ എണ്ണത്തിന് അവർക്ക് ജോഡി ഉണ്ടെന്നായി. وقال جابر بن عبد الله رضي الله عنه إن آدم عليه السلام لما هبط إلى الأرض ഭൂമിയിലേക്ക് വന്നപ്പോൾ قال يا ربي هذا العبد الذي جعلت بيني وبينه عداوة إن لم تعني عليه لا أقوى عليه. ഒരു അബുദുണ്ട് അരി ഇബ്ലീസിനെ പറ്റി. അല്ലദീ ജഅൽത ബൈനി വബൈനഹു അദാവ, അവൻ്റെയും എൻ്റെയും ഇടയിൽ അദാവത്തുണ്ട്. ഇബ്ലീസേ ഇല്ലം തുഇന്നി അലൈഹി, നിന്റെ സഹായം എനിക്ക് കിട്ടിയില്ലെങ്കിൽ ലാ അഖ്വാ അലൈഹി, എനിക്കിത് ഒതുക്കാൻ കഴിയൂല. ഖാല ലാ യൂലദു ലക വലദുൻ ഇല്ലാ വുക്കില ബിഹി മലക്കുൻ, അതാ നിങ്ങൾക്ക് ഒരു കുട്ടി ജനിക്കുമ്പോൾ ഒരു മലക്കിനെ ഏൽപ്പിക്കും. ഖാല യാ റബ്ബി സിദ്നി, പോരാ നല്ലാനുണ്ട്. ഖാല അജ്സി ബിസ്സയ്യിഅതി സയ്യിഅതൻ, ഒരു സയ്യത്ത് ചെയ്താൽ ഒരു സയ്യത്തിന്റെ പ്രതിഫലം കൊടുക്കും. വബിൽ ഹസനത്തി, ഒരു ഹസനത്ത് ചെയ്താലോ 10 10 കൊടുക്കും. ഇലാ ഉരീദു, അതിനാക്കാണ് ഉപരി. ഖാല യാ റബ്ബി സിദ്നി, പോരാ, അത് മനുഷ്യനിക്ക് അല്ലാഹു കൊടുത്തതാന്ന് പറയുന്നു. ഖാല ബാബു തൗബത്തി മഫ്തൂഹുൻ മാദാമ ഫിൽ ജസദി റൂഹ്, ശരീരത്തിൽ റൂഹ് ബാക്കിയാകുന്ന കാലത്തോളം ഈ തൗബന്റെ വാതിൽ മഫ്തൂഹാണ്. വഖാല, അപ്പോൾ ഇബ്ലീസ് പറഞ്ഞു, ഇത് ആദം അലൈഹിസ്സലാമിന്റെ ദുആയാണല്ലോ. ഇബ്ലീസ് എന്താ, യാ റബ്ബി ഹാദൽ അബ്ദുല്ലദീ കർറംതഹു അലയ്യ, നീ വലിയ ആദരിച്ച് പഠിച്ചൊരു അബുദുണ്ട്. ആരാ? അതും അല്ലേ. ഇല്ലാ തൊയിന്നി അലൈഹി ലാഖവ അലൈഹി, നിന്റെ സഹായം എനിക്കില്ലെങ്കിൽ ആദമിനോട് ജയിക്കാൻ കഴിയൂല എന്നും പറഞ്ഞു. ലാ യൂലദു ലഹു വലദുൻ ഇല്ലാ വലിദ ലക വലദുൻ, ആദമിന് ഒരു കുട്ടി ജനിക്കുമ്പോൾ നിനക്കൊരു കുട്ടി ജനിക്കും. അപ്പൊ തത്തുല്യമായില്ലേ. കാല യാ റബ്ബി സിദ്നി എന്ന് പറഞ്ഞു. കാല തജ്രി മിൻഹും മജ്റദ്ദമി, ചോരയോടുന്ന സ്ഥലത്തെല്ലാം സഞ്ചരിക്കാൻ കഴിയുന്നു. വതത്തഖിദു മിൻ സുദൂരിഹിം ബുയൂത, അവരെ സദറുകളായിട്ട് നിന്റെ വീടായിട്ട് മാറുന്നതാണ്. മനസ്സേ. കാല യാ റബ്ബി സിദ്നി, പോരാ. കാല വഅജ്ലിബ് അലൈഹിം ബിഖൈലിക വറജ്ലിക വശാരിഖും ഫിൽ അംവാലി വൽ ഔലാദി വഇദുഹും വമാ യഇദുഹും അശ്ശൈത്താനു ഇല്ലാ ഗുറൂറാ. അവൻ്റെ എല്ലാ കാര്യത്തിലും എന്താക്ക് നീ പങ്കെടുക്കണം. അവൻ നിന്റെ കുതിരയും കൊണ്ട് പോയിക്കോ, കാൽനട പട്ടാളത്തിനെല്ലാം കുട്ടിക്കോന്നു. കയ്യിലും രജിലെല്ലാം കുട്ടിക്കോ, മനുഷ്യനെ ആക്രമിക്കാൻ. ഇത് അതെ 2 വീട്. ഉണ്ടല്ലോ. അതെ. وعن أبي الدرداء رضي الله عنه قال قال رسول الله صلى الله عليه وسلم خلق الله الجن 3 അസ്നാഫായിട്ടാണ് പഠിച്ചത്. സിൻഫുൻ ഹയ്യാത്തും വഅഖാരിബു വഖശാശുൽ അർദ്, പാമ്പുകൾ, തേളുകൾ, ഭൂമിയിലുള്ള ഇഴജന്തുക്കൾ അല്ലേ ഒന്ന്. വസിൻഫുൻ കർദീഹി ഫിൽ ഹവാ, മറ്റൊന്ന് കാറ്റ് പോലെ. വസിൻഫുൻ അലൈഹിമുൽ ഹിസാബു വൽ ഇഖാബ്, ഹിസാബും ഇഖാബും എല്ലാം നടക്കുന്ന മുക്കല്ലഫീങ്ങളായ കൂട്ടരുണ്ട്. ഒമ്പതില്ലേ. വഖലഖല്ലാഹു തആല അൽ ഇൻസാന 3 അസ്നാഫിൻ, മനുഷ്യന്മാർ അപ്പടച്ചത് 3 സിൻഫുണ്ട്. സിൻഫുൻ കൽ ബഹായിമി, മൃഗങ്ങളെ പോലെയായിരിക്കും.
ഓർക്കുന്നില്ല. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അൻആം. കണ്ടില്ലേ, കൽ ബഹായിമീൻ എന്ന് പറഞ്ഞാൽ അൻആം. ബൽഹും അല്ലല്ല, എന്നെ കണക്കണം കേട്ടോ. വസിൻഫുൻ, മറ്റൊരു സിൻഫ്, അജിസാമുഹും അജിസാമ ബനി ആദം, മനുഷ്യന്മാരുടെ ശരീരം തന്നെ അർവാഹും അർവാഹു ശയാത്തിൻ, ഓറ റൂഹ് ശൈത്താന്മാറാണ്. ഉള്ളുപടക്ക്. വസിൻഫും ഫീ ദില്ലില്ലാഹി തആല, മൂന്നാമത്തെ കൂട്ടർ അള്ളാഹിന്റെ കാവലിലാണ്. യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു, അവർ മുന്തിയാളുകളില്ലേ. വഖാല വുഹൈബ് ബിനുൽ ബർദി റളിയല്ലാഹു അൻഹു ബലഗനാ അന്ന ഇബ്ലീസ് തമസ്സൽ ലി ഇബ്നു സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമി പ്രത്യക്ഷമായി. വഖാല ഇന്നി ഉരീദു അൻ അൻസഹക, സക്കരിയ അലൈഹി സ്വലാമെ നിങ്ങൾക്കൊരു ഉപദേശം തരാനാണ് ഞാൻ വന്നത്. ഖാല ലാ ഹാജത്തി ബി ഇലാ നുസൈക, നിന്റെ നുസ എനിക്ക് ആവശ്യമില്ലെന്ന്. വലാകിൻ അഖ്ബിർനി അൻ ബനി ആദം, മനുഷ്യന്മാരെ പറ്റെന്ന് പറഞ്ഞട്ടെ. ഖാല ഹും ഇൻദനാ സലാസതു അസ്ലാഫ്, നമ്മുടെ അടുക്കൽ മനുഷ്യന്മാർ 3 തരക്കാറുണ്ട്. അമ്മ സെൻഫോൻ ഒന്ന് മിൻഹു, അക്കൂട്ടത്തിൽ ഫഹും അഷദ്ദുൽ അസ്നാഫി അലൈന, നമ്മൾക്ക് കടുപ്പപ്പെട്ട കൂട്ടണം. എന്താ, നഖബലു അല അഹദിഹിം, ഒരാളെ മേൽ നമ്മൾ ചാടി വീണ്, ഹത്താ നഫ്തിനഹു, അവനെ ഫിത്തിനാക്കാൻ, വനതമക്കനു മിൻഹു, അവനെ കയ്യിൽ കിട്ടി. ഇസ്തിഗ്ഫാർ, ഉടനെ ഇസ്തിഗ്ഫാർ തൗബയിലേക്ക് പോയിട്ട് ഫയുഫ്സിദു അലൈന കുല്ല ഷൈഇൻ അദ്റക്നാ മിൻഹു, നമ്മൾ എത്തിച്ചെല്ലാം തട്ടിപ്പിടിച്ചു. അവർ ജയിക്കാൻ കഴിയുന്നില്ല. സുമ്മനഊദു, പിന്നെയും നമ്മൾ പോയി നോക്കുമ്പോൾ ഫയഊദു ഇസ്തിഗ്ഫാറിലേക്കും. ഫലാ നഹനു നൈഅസു വലാ നഹനു നുദ്രികു ഹാജത്തന, നമ്മൾ നിരാശപ്പെടുന്നുമില്ല, പരിപാടി നിർത്തി വെക്കൂല, പക്ഷെ നമ്മൾ ജയിക്കുന്നുമില്ല. അല്ല ഫനഹനു മിൻഹു ഫിയനാഹിൻ, അതുകൊണ്ട് ഓരോ കാര്യത്തിൽ വലിയ പ്രയാസത്തിലാണ്. വമ്മ സിൻഫുല്ലാഹറു, രണ്ടാമത്തെ സിൻഫിദ ഫഹും ഫി ഐദീന, അവർ നമ്മളെ കൈമ കിട്ടിയാൽ ബിമൻസിലത്തിൽ കുറത്ത് ഫി ഐദീ സുബിയാനിക്കും, നിങ്ങളെ കുട്ടികളെ കൈമ പൊന്ത് കൊടുത്ത മാതിരിയാണ്, തട്ടിക്കളിക്കുന്നു. അതാ നതലഖഫുഹും കൈഫ ശീന, നമ്മൾ ഉദ്ദേശിച്ച പോലെ തട്ടിത്തട്ടലാണ്. വഖദ് കഫൗന അൻഫുസഹും, അതോടെ ഓർക്ക് എതിർപ്പൊന്നുമില്ല, ശൈത്താനെ ഭയപ്പെട്ട് വാം. അപ്പം പ്രതികരണില്ലല്ലോ. വാം മിസ്ലുക, മറ്റൊന്ന് നിങ്ങളെപ്പോലെ മോശമീങ്ങളാണ്. ആരെപ്പറ്റി യഹ്യ, ലാ നഖദിറു മിൻഹും അലാ ഷൈഇൻ, ഒന്നിനും നമുക്ക് സാധിക്കൂല എന്ന് പറഞ്ഞു. മറ്റേത് സൗബ ഇസ്തിഗ്ഫാർ ചൊല്ലി തീരുവോ. നിർത്തുന്ന 2 സീറ്റുണ്ട്, ഒരു ബുഡലും വാഹിതാക്കി പോകും. മടിയുണ്ടാ ഇല്ല, അപ്പം മടിയിലെത്തല്ലേ നമ്മളെ പരിപാടിയല്ലോ. പറയാനിരിക്കാം ഫൈൻ കുൽത്ത, അതപ്പോൾ എല്ലാം ചിലക്ക് ചൈത്താന്മാർ ഇങ്ങനെ കാണാനും വർത്തനം പറയാനൊക്കെ കഴിഞ്ഞ് നമ്മൾ കാണുന്നില്ലല്ലോ എന്നാ ചോദ്യം. അതാ ചിലർക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട്, ചിലർക്ക് കാണുന്നില്ല. സൂറത്തഹു, അത് ഒന്നാമത്തെ ചോദ്യം. 2, അവന്റെ സൂറത്ത് കണ്ടാൽ ഫഹൽ ഹിയ സൂറത്തുൽ ഹഖീഖിയ്യതു, അത് യഥാർത്ഥ സൂറത്താണോ? മിസാലുൻ തമസ്സല ലഹു ബിഹി, അവൻ മുമ്പിൽ കോലം പറഞ്ഞു വന്നതാണോ അല്ലേ? ഫൈൻ കാന അലാ സൂറത്തിഹിൽ ഹഖീഖി, മൂന്നാമത്തെ ചോദ്യം ഫൈൻ കാന അലാ സൂറത്തിഹിൽ ഹഖീഖിയത്തിന്റെ മേലാണെങ്കിൽ ഫകൈഫ യുറാ ബി സൂവറി മുഖ്തലിഫത്തി, വ്യത്യസ്തമായ കോലം ഉണ്ടാകുന്നത് എങ്ങനെയെന്ന്. വകൈഫ യുറാ ഫീ വഖ്തിൻ വാഹിദിൻ ഫീ മക്കാനൈനി, 2 സ്ഥലത്ത് ഒരേ സമയത്ത് കാണപ്പെടുന്നുണ്ട്. വഅലാ സൂറത്തൈനി, രണ്ടും 2 സൂറത്തായിരിക്കും. ഹത്താ യറാഹു ശഖ്സാനി, എന്താകുന്നത് ഈ സൂറത്തൈനി മുഖ്തലിഫത്തൈനി ആയിട്ട് കാണും. കുറേ ചോദ്യം അപ്പുറം മുന്നിൽ വെച്ചത്. ഫഅലം അന്നൽ മലക്ക് വശൈത്താനു ലഹുമാ സൂറത്താനി, കേട്ടാ 2 സൂറത്തുണ്ട്, മലക്കിനുണ്ട്. ഈ ഹഖീഖത്ത് സൂറത്തിഹിമ, ആ ഉള്ള സൂറത്ത് എന്താണ്? ഹഖീഖത്ത് സൂറത്താണ്. വലാ തുദ്റകു ഹഖീഖത്ത് സൂറത്തിഹിമ ബിൽ മുശാഹദത്തി, കൺകാഴ്ചയോടുകൂടി മുശാഹദയോടുകൂടി ഹഖീഖത്ത് സൂറത്ത് കണ്ടെത്തൂല ഇല്ലാ ബി അൻവാരി നുബുവ, നുബുവത്തുള്ളവർക്കല്ലാതെ. അത് അവിടത്തേക്ക് നോക്കിയിട്ട് എന്താ ഇന്നഹു യറാക്കും നുവ വ ഖബീലുഹു, അത് സാവിയിലെല്ലാം മറുപടി കൊണ്ടുണ്ടല്ലോ. ചിലർ കണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, അത് ഹഖീഖത്ത് സൂറത്തല്ല. ഇന്നഹു യറാക്കും നുവ വ ഖബീലുഹു മിൻ ഹൈസു ലാ തറൂനഹു എന്ന് പറഞ്ഞില്ല.
അപ്പൊ നിർഭവത്തുള്ളവർക്കേ കാണുള്ളൂ എന്ന് പറഞ്ഞു. فما رأى النبي صلى الله عليه وسلم جبريل عليه السلام عليه الصلاة والسلام في صورته حقيقة إلا مرتين. തങ്ങൾക്ക് പോലെ അങ്ങനെയാണെങ്കിൽ പിന്നെ വേറെ കാര്യം എന്താ പറഞ്ഞിട്ടുണ്ട്? അല്ല നമ്മ അടുത്ത ദഹലാലോ കണ്ടുകൊണ്ടോ ഇനി وذلك أنه صلى الله عليه وسلم سأله أن يريه نفسه على صورته. യഥാർത്ഥ സൂറത്തിൽ തന്നെ കാണിക്കാൻ വേണ്ടി ചോദിച്ചപ്പോൾ ഫവാഅദഹു ബിൽ ബഖീലേക്ക് വന്നു പറഞ്ഞു. വളഹറ ലഹു ബിഹിറാ, അങ്ങനെ ഹിറായിൽ വെളിപ്പെട്ട് ഫസദ്ദൽ ഉഫുക മിനൽ മശ്രിഖി ഇലൽ മഗ്രിബ് വരെ അങ്ങനെ അടച്ചിട്ടുണ്ട്. ലോകം മുഴുവനാണ് 2 ചിറകെ നിർത്തിയിട്ടുള്ളൂ. താങ്കൾ എന്നെ കണ്ടു പേടിച്ചു എന്ന് പറയുന്നത്, പേടിച്ചിരുന്നു എന്ന് പറഞ്ഞില്ലേ? അത് ഹിറായിൽ കാണിച്ചാലും ദൂരം പ്രശ്നമില്ലല്ലോ. വറആഹു മർറത്തൻ ഉഖറാ അലാ സൂറത്തിഹി ലൈലത്തുൽ മിഅ്റാജി. നമ്മൾ മറ്റിൽ കണ്ടത് ഹിറാ ഗുഹയിൽ ഇറങ്ങിയപ്പോൾ കണ്ടെന്നാണ്. അവിടെ ബാക്കി സംസാരിച്ചിട്ടില്ല. സിദ്റത്തുൽ മുൻതഹയിൽ വെച്ചിട്ട് അവിടെ ഇസ്രാ മിഅ്റാജിന് പോയപ്പോൾ റൂയത്ത് വസല്ലല്ലാഹു മർറത്തൈനി അലാ ഹഖീഖത്തിഹി ലാ ഫീ സൂറത്തി ബശരിൻ മുതമസ്സിലിൻ ലഹു ഇൻദൽ ബുഖാരി വ മുസ്ലിം വ ലഫ്ദു ആയിഷ. ആദമിന്റെ സൂറത്തിലാണ് എന്തായാലും സാധാരണ കാണാറുള്ളത്. കൽബിന്റെ സൂറത്തിലാണ് അധികം കാണല്. അല്ല നമ്മ ഇന്നാള് വഹയ്യന്റെ ഭാവിയിൽ ഓതിയന് കൽബി അത് ഗോത്രാണ്. വക്കാന റജുലൻ ഹസനൽ വജ്ഹി, ദഹിയത്തുൽ കൽബി വലിയ സുന്ദരനായ ആളാണ്. കണ്ടാ മൂപ്പരവിടെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരും തടിച്ചുകൂടെ പോയി ഇവരെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി കണ്ടിട്ട്. അത് ഹലാൽ നമ്മൾ ഞാൻ ഓതിനിപ്പത്. ഇനി മഹത്തരങ്ങളായ കൽബിന്റെ ഉടമകളായ മുക്കാശഫത്തിന്റെ അഹലുകാർക്ക് മുക്കാശഫയിൽ കൂടി കാണിക്കും. ബിമിസാലി സൂറത്തി, സൂറത്തിന്റെ മിസാല കാണിക്കുക. അപ്പോൾ അങ്ങനെ കേൾക്കുമ്പോൾ ഫോട്ടോ കൊടുക്കും പോലെ യഥാർത്ഥ പെണ്ണിന് വയ്യ കാണാൻ പോക്കാം. അത് ഫോട്ടോച്ചേരൊന്നും ലയിക്കില്ലേ. അപ്പോൾ ഫയതമസ്സലു ശൈത്താനു ലഹു ഫിൽ യഖല, ഉണർവിയിൽ തന്നെ എന്താകും ശൈത്താൻ തമസ്സുലാകും. ഫയറാഹു ബിഐനിഹി വയസ്മഉ കലാമഹു ബിഉദ്നിഹി ഫയഖൂമു ദാലിക മഖാമ ഹഖീഖത്തി സൂറത്തിഹി, സൂറത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്നത്. ഇതുപോലെ കമാ യൻകസിഫു ഫിൽ മനാമിൽ അക്സരി സാലിഹീൻ, ഭൂരിപക്ഷം സാലിഹീങ്ങൾക്ക് മനാമിൽ കാണാറുള്ളത് പോലെയാണ് നിൽക്കുന്നത്. ഇവർക്ക് യഖലത്തായിന്ന് മാത്രം. വൈന്നമൽ മുക്കാശഫ ഫിൽ യഖലത്തി, അപ്പോൾ യഖലത്തിൽ കാണുന്ന കൂട്ടരുണ്ട്, മനാമിൽ കാണുന്ന കൂട്ടരുണ്ടെന്നല്ലേ പറഞ്ഞേ. അതാ യഖലത്തിൽ മുക്കാശഫാക്കുന്നവർ ഹുവല്ലദീ ഇൻതഹാ ഇലാ റുതുബത്തിൻ, ഓർ റുതുബയിലേക്ക് എത്തിവരാം. ലാ യംനഉ ഇസ്തിഗാലുൽ ഹവാസി ബിദ്ദുന്യാ, ദുന്യാബ് കൊണ്ടെന്താക്കും ഹവാസ് ശൂലാവും. എന്നാൽ തന്നെ മറ്റേ തടസ്സമില്ല. നമുക്കെന്താകല് ഹവാസ് ശൂലാകുമ്പോൾ മറ്റേത് മറടലാണ്. അനിൽ മുക്കാശഫത്തിലെത്തി തക്കൂന് ഫിൽ മനാം, മനാമിലുണ്ടാകാറുള്ള മുക്കാശഫയെ തൊട്ടിട്ട് എന്താകും ഹവാസ് ഷോലാകൽ തടയുന്നില്ല. ഇങ്ങനെയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുക്കാശഫയിൽ മുസാഫഹത്ത് ചെയ്തൊന്നും നിരവധി അവലിയാക്കൾ പറഞ്ഞിട്ടില്ലേ? അബുൽ ഹസൻ ശാദിലി തങ്ങളൊക്കെ, അബുൽ അബ്ബാസ് മുർസി. അപ്പോൾ ഫയറാഫിൽ യഖലത്തി മാ യറാഹു ഗൈറുഹു ഫിൽ മനാം, മറ്റുള്ള ആളെ സ്വപ്നത്തിൽ കാണുന്നത് ഇവിടെ യഖലത്തിൽ തന്നെ. കമാ റുവിയ അൻ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മഹുല്ലാ അന്ന റജുലൻ സഅല റബ്ബഹു അസ്സ വജല്ല, അതിന്റെ സൂറത്ത് ഇപ്പം തന്നെ പറഞ്ഞില്ലേ എന്താ ബിമിസാലി സൂറത്തിഹി, എന്നിട്ടോ ആ ഫയഖൂമു ദാലിക മഖാമ ഹഖീഖത്തി സൂറത്തിഹി. അതിന് ഞാൻ മിസാലും കൂടെ പറഞ്ഞില്ലേ ഇപ്പോൾ പോട്ട്. അൻയുരിയഹു മൗലിഅ ശൈത്താനി മിൻ ഖൽബി ഇബ്നി ആദം, മനുഷ്യന്റെ കൽബുമായി ശൈത്താന്റെ ആ മൗലിയെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ചോദിച്ചത്. ഫറഅ ഫിൻ നൗമി, അപ്പോൾ ഉറക്കത്തിൽ അദ്ദേഹം കണ്ട് ജസദ റജുലിൻ, ഒരു റജുലിന്റെ ജസദ് ശിബഹ ബില്ലൂർ എന്ന് പറഞ്ഞാൽ പളുങ്ക് പോലെ ട്രാൻസ്പാരൻ്റ് ആയിട്ട്. അപ്പോൾ ഉള്ളി നടക്കുന്നതെല്ലാം പുറത്ത് കാണാം. യുറാ ദാഖിലുഹു മിൻ ഖാരിജി, അതിന് വറഅ ശൈത്താന ഫീ സൂറത്തി ദിഫ്ദഇൻ, ഒരു തവളന്റെ കോലത്തിലാണ് ശൈത്താനെ കണ്ടത്. ആ ഇതിനല്ല മങ്കിബിഹിൽ ഐസർ, ഇടത്തെ ചുമലിനട നിന്നിട്ട് ബൈന മങ്കിബിഹി വ ഉദ്നിഹി, മങ്കിബിൻ്റെ ചുമലിനടിയിൽ ലഹു ഖുർതൂമുൻ തവീലുൻ, അതിന് വലിയ തുമ്പിക്കയുണ്ട്. ദഖീഖുൻ, നേരിതാണ് കൊതുകിൻ്റെ മാതിരി എന്നാണ് നമ്മൾ വിഞ്ഞാൻ നട്ടോതിയ സമയത്ത്. അത് അദ്ഖലഹു മിൻ മങ്കിബിഹിൽ ഐസരി ഇലാ ഖൽബി,
അതവിടെ നിന്ന് ഹാത്തമുൻ നബുവത്ത് ഇടഭാഗത്തായത് എന്തുകൊണ്ടെന്നുള്ള കാരണം പറഞ്ഞിട്ട് നമ്മൾ ഇന്നലെയല്ലോ അതെ അതെ യു വസ്വീസു ഇലേ എന്തിനാ അവർ വസ്വാസാക്കുന്നു ഇതാ ദക്കർ അള്ളാഹാനസ അള്ളാഹ്ക്ക് ദിക്ർ ചെല്ലാതെ പിന്മാറുന്നു. അപ്പോൾ ഇവിടെ എന്തായി ശൈത്താന് കണ്ടുപിടിച്ചത് വമിസ്ലു ഹാദാ ഖദ് യുശാഹിദു ബിഅൈനിഹി ഫിൽ യഖ്ല. ഇപ്പം മനാമിലല്ല കണ്ടത്, ഇത് തന്നെ യഖ്ലത്തിൽ കാണാം. ഫഖദ് റആഹു ബഅദുൽ മുകാശഫീന ഫീ സൂറത്തി കൽബിൻ ജാസിമിൻ അലാ ജീഫത്തിൻ. ഒരു ശവത്തിന്റെ മേലെ ചാടി വീഴുന്ന ഒരു കൽബിന്റെ കോലത്തിൽ കണ്ട്. യദുന്നാസൈലിഹ, എല്ലാവരും ശവം തിന്നാൻ വേണ്ടി വിളിക്കുന്നുണ്ട്. വകാനത്തിൽ ജീഫത്ത് മിസാല ദുന്യ. ആ ജീഫത്ത് എന്താ സാധനം? ദുന്യാവിന്റെ മിസാലാണ്. വഹാദ യജ്രി മജ്റ മുശാഹദത്തി സൂറത്തിഹിൽ ഹഖീഖിയ്യ. അപ്പോൾ ഹഖീഖിയായ സൂറത്തിന്റെ മുശാഹദന്റെ സ്ഥാനത്ത് നടക്കുന്നതാണ്, ഒറിജിനൽ എല്ലാം. അങ്ങനെ ഇപ്പൊ പാസ്പോർട്ടിൽ നമ്മൾ കാണുന്നതിന് പറയുമ്പോൾ പാസ്പോർട്ടെന്ന് നോക്കിയിട്ട് ആൾ പിടിക്കുന്നില്ലേ? فإن القلب لا بد وأن تظهر فيه حقيقة من الوجه الذي يقابل عالم الملكوت. പണ്ടേ പറഞ്ഞിട്ടുണ്ട്, കൽബിന് രണ്ട് വാതിലുണ്ട്. ആലമുൽ മലക്കൂത്തിനോട് മുഖാബല ചെയ്ത വജിഹിൽ കൂടി എന്താക്കുക, അതിന് ഹഖീഖത്ത് വെളിപ്പെടാം അല്ലേ? وعند ذلك يشرك أثره على وجهه الذي يقابل عالم الملك والشهادة. അപ്പോൾ അതിൽ നിന്ന് വന്നിട്ടടുത്തേക്ക് ആലമുൽ മുൽക്ക് വശാദ മറ്റേ വാതിലതാ, അവിടത്തേക്ക് അതിൻ്റെ അസർ വെളിപ്പെടും. അത് അല്ലിഹദമാ മുത്തസ്ലിമില്ലാഹറ, പരസ്പര ബന്ധമുണ്ട്. ഇത് തങ്ങളുടെ മനാമിക്കാണെന്ന് ആദ്യമായി വിശദീകരിച്ചിട്ടുണ്ട്. കാണുന്നത് നബിതങ്ങൾ തന്നെയാണോ? അങ്ങനെയാണെങ്കിൽ റൗദ ഷരീഫിൽ ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കുകയല്ലേ ചെയ്യുന്നത്, അങ്ങനെയല്ലേ കാണേണ്ടത്? അങ്ങനെ നിൽക്കിരിക്കുന്നതാണെന്ന്, എങ്ങനെ വാതിലിൽ പോകുന്നതാണെന്ന് എന്തെങ്കിലും ചോദിച്ചൊരു ചോദ്യം വന്നിട്ടുണ്ട്. അതിന് പ്രത്യേക കിതാബുണ്ട്. അല്ല ഇപ്പോഴുള്ള ഹഖീഖത്ത് കാണണമെങ്കിൽ റൗദ ഷരീഫിൻ്റെ ഉള്ളിൽ അതെ അങ്ങനെ ഉണ്ടായില്ലേ നിസ്കരിക്കുന്നതാണോ? അപ്പോൾ കുട്ടിക്കാലത്ത് കഴിഞ്ഞാൽ ആലമുൽ മിസാലിൽ ഒരു മനുഷ്യനെ പറ്റി ഒറ്റ മറുപടി എന്താന്ന്, ഒരു മനുഷ്യൻ ജനിക്കുന്ന അവസ്ഥ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആലമുൽ മിസാലിൽ ഇങ്ങനെ കഴിഞ്ഞു പോയി, എല്ലാം കഴിഞ്ഞു പോയി അല്ലേ? അതാണ് കീഴിൽ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവ കാണുന്ന മനുഷ്യർക്ക് അതിൻ്റെ ഏതെങ്കിലും പോയിന്റിലേക്ക് അവൻ്റെ ശ്രദ്ധ നിശ്ചയിച്ചാൽ അതടക്കണം. അപ്പോൾ അലീമ ബീവിൻ്റെ ആടിനെ വഹിക്കുന്ന സൂറത്തായിരിക്കും ചിലപ്പം കാണില്ലേ, ചിലപ്പം ഹിറാ ഗുഹയിൽ ഹൽവത്തിരിക്കുന്നതായിരിക്കും കാണുക, ചിലപ്പം നബിയായി ബദ്രുദ്ധത്തിൽ പങ്കെടുക്കുന്നതായിരിക്കും. ചുരുക്കത്തിൽ 63 കൊല്ലത്തെ അനുഭവത്തിലുള്ള ഏതെങ്കിലും അനുഭവങ്ങൾ എന്താക്കും, എല്ലാം ഇവിടെ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് തിരികെറ്റാന്നത് ഹഖീഖത്തിൽ ഇപ്പം അത് തന്നെ കാണണമെന്ന് പറഞ്ഞാൽ അവിടെ കിടക്കുന്ന ആളെയാണ്. അത് ലാസ്റ്റ് ഫീഡ് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ മൊബൈൽ കൊണ്ടും കമ്പ്യൂട്ടർ കൊണ്ടും എന്തെങ്കിലും കളിക്കുന്നത്. ഇപ്പോൾ അതുപോലെ അള്ളാഹ്ക്ക് വലിയ കമ്പ്യൂട്ടർ ഉണ്ട് ഇവിടെ, ഒരു കമ്പ്യൂട്ടറിലാകാം കണ്ടാ. വഖദ് ബയ്യന്ന അന്നൽ ഖൽബ ലഹു വജ്ഹാനി. കണ്ടാ, അവൻ ആ കൽബിന് രണ്ട് വജ്ഹുണ്ട്. വജ്ഹുൻ ഇലാ ആലമിൽ ഗൈബി വഹുവ മദ്ഖലുൽ ഇൽഹാമി വൽ വഹ്യി, അതെല്ലാം മുമ്പ് പറഞ്ഞു. വജ്ഹുൻ ഇലാ ആലമിൽ ഷഹാദ, അതിലേക്ക് فالذي يظهر منه في الوجه الذي يلي جانب عالم الشهادة لا يكون إلا صورة متخيلة. ഇത് ആലമുൽ മലക്കൂത്തിൽ നിന്ന് അവയ്ക്കുന്നത് കണ്ടെത്തിയത് ഇങ്ങോട്ട് സപ്ലൈ ചെയ്യുമ്പോൾ എന്താക്കും, മുത്തഹയ്യിലേ കാണുള്ളൂ. അതുകൊണ്ട് ജന്ന ആലമ ഷഹാദത്ത് കുല്ലഹു മുത്തഹയ്യിലാത്തും, ആലമു ഷഹാദത്തിലുള്ളത് മുത്തഹയ്യിലാത്തായിട്ടാണ് കാണുക. പക്ഷെ ഇല്ല അന്നൽ ഖയാല താറത്തൻ യഹ്സുലു മിനൻ നളരി ഇലാ ലാഹിരി ആലമി ഷഹാദത്തി. ആലമു ഷഹാദത്തിന്റെ ലാഹിറിലേക്ക് ബിൽ ഹിസ്സെന്ന് കണ്ണ് കാണുക എന്ന് പറയുമ്പോൾ കണ്ണല്ലേ, ആ കണ്ണുകൊണ്ട് എന്താക്കും, ആലമു ഷഹാദ ലാഹിറിലേക്ക് നോക്കും. അപ്പോൾ യജൂസു അല്ലാ തകൂന സൂറത്തു അലാ വഖ്തിൽ മാന. അപ്പോൾ മാനക്കൊത്തതാകണമെന്നില്ല, ഈ കാണുന്നതും മാനയിലുള്ളതും രണ്ടും രണ്ടാകാം. അതുപോലെ നമുക്കിപ്പം ദുഞ്ഞാവ് ശാശ്വതമാണെന്ന് തോന്നില്ലേ? ഹഖീഖത്തും മാനയിൽ ദുഞ്ഞാവിൻ്റെ ഹാലെന്താണെന്ന് അല്ലേ? ദുഞ്ഞാബ് ചതിയാണെന്ന മാനയിലുള്ളത്, ഹഖീഖത്തിൽ നല്ല സുഹൃഫാണ്. അപ്പൊ ഹഖീഖത്തിലുള്ളതിനോട് ഒത്തുകൊള്ളണം എന്നില്ല ഏത് ലാഹിറിൽ കാണുന്നത്. ഹിക്കമിലുണ്ടൊരു വാക്ക് പറഞ്ഞിട്ട് എന്താണ്, ലാഹിറുഹ മുത്തഅത്തുൻ ബാത്തിനുഹ അല്ല മറ്റേ ഇത് ഉള്ളിലേക്ക് ചിന്തിച്ച് നോക്കിയാൽ ചതിയപ്പെടുന്ന പലതും ഉണ്ട്, പുറത്തേക്ക് നോക്കിയാൽ എല്ലാവർക്കും സൂഹിക്കാനുള്ളത്. അപ്പം രണ്ട് വജുഹപ്പം കാണാം. അപ്പം ബാത്തിൻ്റെ ഉള്ളതിനോട് ലാഹിർ ഒത്തോളുന്നില്ല.
ഖത്ത് വരാം. ഹത്താ യറാ ശഖ്സൻ ജമീല സൂറത്തി വഹുവ ഖബീസുൽ ബാത്തിനി ഖബീഹു സിദ്ദി. അവിടെ ഒന്ന് ചിന്തിക്കാണ്ട് ഇബാറത്തിലെ എല്ലാവരും ചിന്തിക്ക്. യറാക്ക് എത്ര മഫ്ഊൽ വേണം? തറാഹും റുക്അൻ സുജ്ജദൻ. ഹും ഒന്ന് മഫ്ഊലും എന്തോ ആയിക്കോട്ടെ, രണ്ട് മൻസൂബ് വേണം. റഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ. എത്ര? ഒന്ന് ലമീർ ഒരു മൻസൂബ്. ഖാശിഅൻ എന്താണ്? രണ്ടാം മഫ്ഊല ലഹാല. അത് രക്ഷപ്പെടാനാ ഞാൻ പറഞ്ഞ രണ്ട് മൻസൂബ് എന്ന് പറഞ്ഞത്. ഏത്? രണ്ട് മഫ്ഊൽ തന്നെയാ? ഒരു മഫ്ഊല വേണ്ടി. അപ്പൊ ഇവിടെ ശഖ്സൻ എന്ന് പറയുമ്പോ ബസരി തന്നെയല്ലേ? തറാഹുന്റെ ആണെയും ബസരി തന്നെയല്ലേ? അപ്പൊ രണ്ടെണ്ണം പോണോ? രണ്ടെണ്ണം വരുമ്പോ ഹത്താ യറാ ശഖ്സൻ എന്ന് പറഞ്ഞതും ജമീല സൂറത്ത് എന്നുള്ളതും രണ്ട് പണ്ണയോ? എന്നിട്ട് വഹുവ എന്നുള്ള ജുംല ഹാലി അങ്ങനെയാണോ? അല്ല, ശഖ്സൻ ജമീല സൂറത്ത് ഷഖ്സിന്റെ സിഫത്തും വഹുവ ഖബീസുൽ ബാത്തിന ഹാലി ഖബീഹൽ സിഫ് അത് അതിന്റെ രണ്ടാം മൻസൂബോ? അപ്പോൾ ഒരു ഷഖ്സിനെ എന്താക്കും? രണ്ട് ജമീല സൂറത്തായിട്ട് കാണിക്കപ്പെടും അല്ലേ? ലാഹിർലി വഹുവ ഇത്തരത്തിൽ ഖബീസുൽ ബാത്തിന എന്ന് പറഞ്ഞു, ഉള്ളു മഹാമോശക്കാരനാണ്. അതെ, അപ്പോൾ അതിന്റെ തർക്കീതായി ഖബീസുൽ ബാത്തിനി ഖബീഹു സിദ്ദി. പറഞ്ഞില്ല? അപ്പൊ ഉള്ളിൽ ഖബായിസ് മറച്ചു വെച്ചുകൊണ്ടിട്ട് എന്താകും? പുറത്ത് ജമീല സൂറത്തായിട്ട് കാണിക്കും. അപ്പം വാത്തിനും ലാഹിറും ഒക്കണമെന്നില്ലായി. കൊന്തയിത്താ ആലമ ഷഹാദത്തി ആലമുൻ കസീറു തൽബീസ്. പല തൽബീസുകളും വർദ്ധിച്ച ആലമാണ് ആലമു ഷഹാദ. നേരിട്ട് കണ്ട പോലെയല്ല ഉള്ളുണ്ടാകല്. അമ്മ സൂറത്തുല്ലത്തി തഹ്സുലു ഫിൽ ഖയാലി, ഖയാലിൽ ഹാസിറാകുന്ന സൂറത്ത് മിൻ ഇശ്റാഖി ആലമിൽ മലക്കൂത്തി, ആലമുൽ മലക്കൂത്തിന്റെ പ്രകാശത്തിൽ നിന്ന് അല ബാത്തിനി സിദ്ദിൽ ഖൽബ്, ഖൽബിന്റെ ഉള്ളിലേക്ക് ഫലാ തകൂനു അത് ഉണ്ടാവൂല ഇല്ല മുഹാക്കിയത്തിൽ സിഫത്തി, ആ സിഫത്തിന് യോജിച്ചേ ഉണ്ടാവുള്ളൂ. ഇപ്പുറത്തേക്ക് വിടാതെ ആള് നേരെ മംഗളമാകും. മുവാഫിഖത്തല്ലഹ ലിഅന്ന സൂറത്ത് ഫി ആലമിൽ മലക്കൂത്തി താബിഅത്തുൽ ലിസ്സിഫത്തി വ മുവാഫിഖത്തുൽ ലഹ. അവിടെ ഉള്ളത് പോലെ തന്നെ തിരട്ടില്ല. അപ്പൊ അവിടെ കാണുമ്പോൾ കബീഹായ മാനന ഇല്ല ബിസൂറത്തും കബീഹ. നേരത്തെ പറഞ്ഞതിനെതിരെ നേരത്തെ ഖബീസുൽ ബാത്തിനായ ഒരാളെ ജമീല സൂറത്തായിട്ട് കാണാന്നല്ലേ പറഞ്ഞേ. ഇവിടെ കബീഹത്താണെങ്കിൽ കബീഹത്തായിട്ടേ കാണുള്ളൂ. ഫയറ ശൈത്വാന, അപ്പൊ ശൈത്താനെ കാണും ഈ സൂറത്ത് കൽബിൻ, കൽബിന്റെ. അപ്പൊ ശൈത്താൻ മായനയിൽ മടക്കായത് കൊണ്ട് സൂറത്തിലും മടക്കായി. വലീഫത്തായി തവളന്റെ കോലത്തിലും ഹിസ്ദിന്റെ കോലത്തിൽ ഗൈരിഹ. വയറൽ മലക്കനെ കാണുന്ന ഫീ സൂറത്തിൻ ജമീലത്തിൻ, നല്ല ജമീലായ സൂറത്തിൽ കാണും. ഫതകൂന തിൽക സൂറത്തു ഉൻവാനുൽ മആനി. കണ്ട, ആ മലക്കിൽ ഉള്ളിലുള്ള മറഞ്ഞു കിടക്കുന്ന മആനിയുടെ ഒരു അഡ്രസ്സ് പോലെയായി ഈ സൂറത്ത്. വമുഹാക്കിയത്തല്ലഹ ബിസ്സദ്ഖി വലിദാലിക യദുല്ലുൽ ഖിറദു വൽ ഖിൻസീറു ഫിന്നൗമി. ഉറക്കത്തില് കൊരങ്ങിന പന്നിനെല്ലാം കണ്ടാൽ അല ഇൻസാൻ ഹബീസ്, ഇൻസാൻ ഹബീസാണത് സ്വപ്നത്തിൽ വ്യാഖ്യാനം. ഒಬ್ಬರು മൗത്തിൻ്റെ അവിടെ പണ്ടുണ്ട് വ്യാഖ്യാനം. നോക്കുമ്പോൾ സ്വപ്ന വ്യാഖ്യാനത്തിന് ഉണ്ടാക്കിയ കിതാബ് ഇത് തന്നെയാന്ന് തോന്നിപ്പോകും. എന്തൊരു വ്യാഖ്യാനം അടിച്ചോ. സ്വപ്നം എങ്ങനെ കാണുന്നു, ഇതിന് വ്യാഖ്യാനിക്കേണ്ട എങ്ങനെയാണ്? കിതാബ് ദിക്റുൽ മൗത്തിൽ. തദുല്ലു ഷാത്തു, ആട്ടിന്റെ സൂറത്ത് അറിയിക്കും അല ഇൻസാനി സലീമി സദർ, ഒരു കുഴപ്പമില്ല. വഹാക്കഥ ജമീ അബാബി റോയ വ തബീർ, ഇതുപോലെ കാണലും തബീറും കൂടെ ഒപ്പിച്ചോന്നുകൊണ്ട് വിട്ടുന്നു. അത് കണ്ടപാട് ബുക്ക് വാങ്ങി തർജ്ജമ വെച്ചിട്ട് തബീർ പറയാനൊന്നുമില്ല. ഇപ്പം എല്ലാവരും പള്ളി വന്ന തബീർകാർ, കൊമ്പുകാർ, മനഃശാസ്ത്രക്കാർ, കുറ്റടിക്കുന്ന ആള്, തച്ചുശാസ്ത്രം, കഞ്ഞിമൂലൻ്റെ സയ്യിദ്, ഇങ്ങനെയൊക്കെയാണ് ഇപ്പം ഉള്ളത്. വഹാദിഹി അസ്റാറുൻ അജീബ വഹിയ മിൻ അജായിബി ഉലൂമിൽ ഖൽബി എന്ന് പറയുന്നത്. വലാ യലീഖു ദിക്റുഹാ ബിഇൽമിൽ മുആമലത്തിൽ പറയാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് മുപ്പർ ഒഴിഞ്ഞ്. ആദ്യം മറ്റൊന്നും തന്നെ സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞ് കണ്ട് തിരുണ്ടാക്കി അതിനോട് ഉണ്ടാക്കി കിട്ടാമെന്നല്ല മൗത്താൻ നമ്മളെ വിഷയം എന്നിട്ട്
മാറും. وإنما المقصود أن تصدق بأن الشيطان ينكشف لأرباب القلوب. കൽബിന്റെ ഉടമകൾക്ക് എന്താക്കും? ശൈത്താൻ മുങ്കശിഫാകും എന്ന് മനസ്സിലാക്കാം. വകദാലിക്കൽ മലക്കും വെളിപ്പെടും എന്ന് വിചാരിക്കാം. താറത്തം ബിതരീഖ് തംസീലി വൽ മുഹാക്കാത്തി. ഒരു മിസാലിലി കമാ യകൂന ദാലിക ഫിന്നോ, അത് ഉറക്കത്തിലാണെങ്കിൽ. വതാറത്തം ബിതരീഖിൽ ഹഖീഖത്തി, ഹഖീഖത്തെ തരീഖത്തിലാകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടോട്ടം കണ്ടില്ലേ? മാനനെ ഹിക്കാറ്റ് ചെയ്യുന്ന തരത്തിലുള്ള സൂറത്തിൽ മിസാലാക്കലാണ്. ആ സൂറത്തോണ്ട മാന വായിച്ചെടുക്കാം. ഓഹോ മിസാലുൽ മാന ലാ ഐനുൽ മാന. മായനന്റെ ഐനല്ല, അതിനെ മിസാലാണെന്ന് പറഞ്ഞത്. ഇല്ല അന്നഹു യുശാഹിദു ബിൽ ഐനി മുശാഹദത മുഹഖഖതൻ വയൻഫരിദു ബി മുശാഹദത്തിൽ മുകാശഫു ദൂന മൻ ഹൗലഹു കന്നാഇമി. പക്ഷെ എന്തുണ്ട്? മുഹഖഖത്തായ മുശാഹദ അത് കാണില്ലാരാന്ന് മുകാശഫീങ്ങളായ ആക്കിയേ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ കാണാത്തത് ചിലപ്പോൾ വലിയോ നബി അടിക്കുന്നുണ്ട് ഓർക്കുന്നില്ലോ കണ്ടിട്ട് പറയുന്നുണ്ടോ, നമുക്കൊന്നും കാണൂല. അതാണ് ദൂന മൻഹൗലഹു കന്നായിനി. ഉറങ്ങുന്ന ഒരാൾ കണ്ട സ്വപ്നം നമുക്ക് സ്വപ്നം കാണുന്നുണ്ടോ ഇല്ലെന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ. അതന്നെ അത് തീർവാകുന്നത് നല്ല വർഷം എന്നെ മാറുവാകുന്നു. അതുകൊണ്ട് സന്ധ്യമായത്തോടെ അത് പറയാൻ വേണ്ടി പോസ്റ്റ് കിട്ടാൻ വേണ്ടി വെള്ളിയാഴ്ച ചങ്ങായി കയറിയ പാടവൻ അൽഹംദുലില്ലാ അതിനെ കണ്ടാൽ നന്നായി. അത് ജനാ കണ്ടതെല്ലാം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അള്ളാൻ്റെ പഠിച്ചാൽ എൻ്റെ ഭാര്യ പോലും അറിഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾക്ക് എവിടെ അറിഞ്ഞാൽ മലപ്പുറത്തൊന്നും നിങ്ങൾക്ക് വാഴ പോലെയാണ് ഇങ്ങനെയൊന്നും പറയണ്ട. ഒന്നിങ്ങനെ അത് ചാക്കി വെച്ച് പൊന്തിച്ച് നോക്കിയാൽ ഞാൻ മനാൻ വേണ്ട അയാൾ പറഞ്ഞില്ലോ. അത് പറഞ്ഞ തെറ്റിയില്ലേ? അയാൾ മലപ്പുറത്താണ്. കഷ്മാക്കാൻ നോക്കി ഞാൻ എൻ്റെ സ്ഥലത്ത് പെണ്ണുങ്ങ പോലെ ഉണ്ടല്ലോ അങ്ങനെ കണ്ടു. ഒന്ന് പേരെടുപ്പാ ഞാൻ ഒന്നേ എൻ്റെ ചൂടാണ്. ഒരുപാട് നല്ലോണം വായിച്ചു നോക്കിയപ്പോൾ ഞാൻ സ്പീഡാക്കിയോണ്ട് ഉണ്ടാക്കണ്ട. നാളത്തെ പോക്കെങ്കിലും തീരുമാനിച്ചാണ്. മജീദ് എന്തോ പറഞ്ഞു